40,000 SKUs ഉണ്ടാവും. ബെയിൻ്റെ ഇന്ത്യയുടെ MD-യുടെ ഇമെയിൽ അഡ്രസ് കിട്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് മെയിൽ അയച്ചു. ഇതൊന്നും ആരും ചെയ്യുന്നതല്ല, ഇത് പ്രോട്ടോകോളിന് അഗേൻസ്റ്റ് ആണ്. ആ കമ്പനിയായിട്ട് നമുക്കൊരു 270 crore റിലേഷൻഷിപ്പ് ഉണ്ട് പെർ ഇയർ ആൻഡ് ദേ ആർ എക്സിക്യൂട്ടിംഗ് ഇറ്റ് റൈറ്റ്. ഇത് ക്വിക്ക് കോമേഴ്സ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. ഇതിനകത്ത് ചില പ്ലേസ് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, പക്ഷേ കാറ്റഗറി ഇനി ഗ്രോ ചെയ്യാൻ പോകും. ഇത് ഇന്ത്യ വേറെ എങ്ങും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ത്യയിൽ വർക്ക് ചെയ്യും. അതിൽ ചില പ്ലേയേഴ്സ് ഇപ്പം ഇതിനകത്ത് 10 minutes എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 2-3 പേർക്ക് അതിൻ്റെ 10 minute DNA ഉള്ളൂ. സെപ്റ്റോ ഡെഫിനറ്റ്ലി ഹാസ് എ DNA. സ്വിഗ്ഗിയും ബ്ലിങ്കിറ്റിനും ഉണ്ടാവാം, ബാക്കിയുള്ളവരെ എനിക്ക് അറിയില്ല. ആ DNA കൂടെ വേണം. വളരെ ലാർജ് പ്ലെയർ ആയിട്ടും ഇതിൽ വന്നിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവണമെന്നില്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമുക്ക് വലിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും മൂപ്പർ സമ്മതിച്ച് മൂപ്പർ വന്നു. രാഹുൽ മാമൻ ഓഫ് ഹീൽ എന്ന ബ്രാൻഡ് അവരാണ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഹീ ഈസ് ആൾസോ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫാർമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ കേരള. രാഹുൽ, വെൽക്കം ടു ദ ഷോ. താങ്ക്സ് ഫോർ ഹാവിംഗ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഹാരിസൺ കോ ആണ്. ഹാരിസൺ കോ ഒരു ഫുൾ സ്റ്റാക്ക് ഇ-കൊമേഴ്സ് ഏജൻസിയാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യുന്നിട്ട് അത് മാർക്കറ്റ് ചെയ്ത് സെയിൽസ് കൊണ്ടുവരുന്നത് വരെ അവർ വർക്കൗട്ട് ചെയ്യും. സോ അവരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓവർ ടു ദ എപ്പിസോഡ്. നിങ്ങൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട്? വിൽ സ്റ്റാർട്ട് ഫ്രം യുവർ സ്കൂൾ ഡേയ്സ് കുറച്ച് പറഞ്ഞിട്ട് ദെൻ വിൽ മാപ്പ് ദ ജേർണി ഫ്രം ദർ. ഇല്ല, സ്കൂൾ ഡേയ്സ് തന്നെ കുറച്ച് പറയാനുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, വീട്ടിലും ആവശ്യത്തിന് ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു. അപ്പം ചെറുപ്പം തൊട്ടേ കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ അമ്മച്ചിയുടെ വീട്, ഗ്രാൻഡ് ഫാദറിൻ്റെ വീട് പള്ളിമുക്കിൽ MG മെഡിക്കൽസ് എന്ന് പറഞ്ഞ കടയുടെ പുറയിലാണ്. ഞങ്ങളുടെ കടയാണ്, അതിൻ്റെ പുറയിലാണ് വീട്. അത് മെഡിക്കൽ ടെസ്റ്റിൻ്റെ അടുത്താണ്, കൊച്ചിയിൽ. അപ്പം അവിടെ പേരയ്ക്ക മരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 4 പേരയ്ക്ക, 10-25 പേരയ്ക്ക പറിച്ചിട്ട് റോഡിലിരുന്ന് വിൽക്കും. എൻ്റെ ഒരു റോഡ് സൈഡ് വെൻഡറായിരുന്നു. അപ്പം എബി ചാച്ചൻ എന്ന് പറഞ്ഞ അൺഫോർച്ചുനേറ്റ്ലി പാസ്റ്റ് അവേ, മൈ കസിൻ, എൻ്റെ അപ്പയുടെ സിസ്റ്ററിൻ്റെ മോൻ എന്നെ പുഷ് ചെയ്യായിരുന്നു. പുള്ളി കുറച്ചും കൂടെ പ്രായമുള്ളതുകൊണ്ട് കുറേ കൂടെ സെൻസ് ഉണ്ടല്ലോ, എനിക്ക് അത്ര സെൻസ് ആയിട്ടില്ല. അപ്പം ഞാൻ 4 പേരയ്ക്ക് 1 രൂപ എന്ന് പറഞ്ഞ് റോഡിലിരുന്ന് വിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും എക്കണോമിക്സ് ഒന്നും അറിയില്ലെങ്കിലും 5 എണ്ണം 1 രൂപ പറഞ്ഞാൽ കൂടുതൽ ചാൻസ് കഴിഞ്ഞ് 5 എണ്ണം 1 രൂപയാക്കി. അങ്ങനെ വിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. 1 രൂപയുടെ ലോട്ടറി ടിക്കറ്റ്, 1 ലക്ഷത്തിൻ്റെ പ്രൈസ് മണി. അപ്പോൾ അത് വിറ്റിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ വിറ്റിട്ടുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റിൽ നിന്ന് ലാഭം കിട്ടിയിട്ട് മേടിച്ചിട്ട് വിറ്റിട്ടുണ്ട്. നാരങ്ങളും വിറ്റിട്ടുണ്ട്. നാരങ്ങളും വിറ്റത് നല്ല രസമാണെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ പഞ്ചസാര, അമ്മച്ചിയുടെ നാരങ്ങ. അപ്പം എനിക്ക് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഒന്നും കാണാനില്ല. അപ്പം ഞാൻ 50 പൈസയ്ക്ക് 1 രൂപയ്ക്ക് വിറ്റു. അമ്മച്ചി പറഞ്ഞു, എടാ ഇത് പഞ്ചസാരയുടെ വില പോലും ആവുന്നില്ല, എങ്ങനെ ഒക്കൂല, ഇത് നിനക്ക് ഞാൻ തരത്തില്ല എന്ന്. അപ്പം ഞാനോ വിറ്റത് ഒരു പോലീസുകാരനാ വിറ്റേ. എനിക്ക് എത്ര വയസ്സിനെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിൽ 8-9 വയസ്സൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അപ്പം ആ പോലീസുകാരനെ വിറ്റപ്പം, ട്രാഫിക് പോലീസുകാരനാ, ജംഗ്ഷനാണത്. അപ്പം വിറ്റിട്ട് ഞാൻ കൊടുത്തില്ല, അമ്മച്ചി തരുന്നില്ലല്ലോ കൊടുക്കാനായിട്ട്. അപ്പം വണ്ടിയിൽ ഞാനും അപ്പയും കൂടെ കയറിയിട്ട് പോവാ. അപ്പം പോലീസുകാരൻ കൈ കാണിച്ച് വണ്ടി നിർത്തി, എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എടാ ലൈം എന്തിയെന്ന്. അങ്ങനെയാണ് അത് ചെയ്തത്. അതേപോലെ പിന്നെ കുറച്ചും കൂടെ പ്രായമായപ്പോഴത്തേക്ക് എനിക്ക് കോയിൻ കളക്ഷൻ, 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ എനിക്ക് കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആയപ്പം ഇതിൻ്റെ അകത്തൊരു ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൻസ് ഉണ്ട്, പൗണ്ട്, ദിറം. നമ്മുടെ ആൾക്കാരെല്ലാം പൗണ്ടും ദിറവും ക്വാർട്ടർ ഡോളറൊക്കെ പല രാജ്യങ്ങളും US-ലും UK-ലും ഒക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും. ഇവിടെ കോയിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കോയിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ള സിസ്റ്റം ഇല്ലല്ലോ. പക്ഷെ ഞാനൊരു ഏജന്റിനെ കണ്ടുപിടിച്ചു, ഒരു കോയിൻസ് ആക്സെപ്റ്റ് ചെയ്യും. അവൾ 15%, 10% കുറച്ചിട്ട് എടുക്കുള്ളൂ. അപ്പം അന്ന് പൗണ്ട് ഫോർ എക്സാമ്പിൾ കറക്റ്റ് ഓർമ്മയില്ല, 60 രൂപ എന്ന് വെച്ചോളൂ. ഡോളർ ഒരു 50 രൂപയുടെ എടുത്ത് 45 രൂപ എന്തായിരുന്നു. അപ്പോൾ ആ എടുക്കുമ്പോൾ അവർ 15% കുറച്ച് എടുക്കുക. അപ്പം ഞാൻ പകുതി വിലയ്ക്ക് ഈ കോയിൻ ക്ലബ്സിൽ നിന്നൊക്കെ മേടിക്കാൻ തുടങ്ങി. അതിന് ഇവിടെ കൊണ്ട് ഇങ്ങനെ ചാക്കായിട്ട് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യും. ഡോളർ, ദിറം, ബെഹ്റിൻ്റെ ഫിൽസ്, സൗദി റിയാല്, പൗണ്ട്, AE ദിറംസ്, AEDs, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ, ഇങ്ങനത്തെ കോയിൻസ് കിട്ടും. അത് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത്, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൗണ്ട് ക്വാർട്ടർ ഡോളർ നമ്മൾ 8 രൂപയ്ക്ക് മേടിക്കുന്നത് നമുക്കൊരു 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അന്ന് ഒരു 30,000-40,000 രൂപ സേവ് ചെയ്യാൻ പറ്റി. പക്ഷേ കോയിൻ കളക്ഷൻ ക്ലബ്സ് ഇത് വിൽക്കുന്നത് കളക്ഷന് വേണ്ടിയിട്ടല്ലേ? കോയിൻ കളക്ഷനിൽ വിൽക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ച് ചെയ്യും. അതിൽ ഈ പൈസ വെച്ചിട്ട് അവർ വേറെ കോയിൻ മേടിക്കും. അല്ലാതെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് പോലെ ചെയ്യുന്നതല്ല. അപ്പം നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇത് വലിയ വാല്യൂ ഒന്നുമല്ല. ഓരോ പ്രാവശ്യം 5,000-3,000 രൂപയൊക്കെ കൊണ്ടു കൊടുക്കുന്നില്ല, വലിയ വാല്യൂകളുടെ അല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ അത് ഓവർ പീരീഡ് ഓഫ് ടൈം കുറച്ച് പൈസയാണ്. അപ്പം നമുക്കത് ചെയ്യാനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചതെന്ന് വെച്ചാൽ, പലർക്കും ബാങ്ക് നോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് ഈ കറൻസി ഒന്നും ഡീമോണിറ്റൈസ്ഡ് അല്ല.
പക്ഷെ ഇപ്പോഴത്തെ കറന്റ് കറൻസി അല്ല. ഇപ്പൊ ജർമ്മനിയിൽ ഇന്നും ആ പഴയ മാർക്ക് നോട്ട് കൊണ്ട് കൊടുത്താൽ യൂറോ അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ ബുക്ക് മുഴുവൻ വായിച്ച് പഠിച്ചിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെർബൽ അണ്ടർസ്റ്റാൻഡ്, വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് അത് വെച്ചിട്ട് എവിടെയെങ്കിലും ആ നോട്ട് കാണുമ്പോൾ ആർബിട്രാജിൽ നമ്മളത് മേടിക്കും. അവൻ പറയും ഇത് പഴയ നോട്ടാണ്, ഇതിന് 50 രൂപ തരാം, അല്ലെങ്കിൽ 100 രൂപ തരാം, എനിക്കറിയാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നു. അപ്പൊ അങ്ങനെ മേടിക്കുമായിരുന്നു. നല്ല ബുദ്ധിയല്ലേ? അല്ല, അന്ന് നല്ല ഇങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നിങ്ങള് അത് പിന്നെ കോയിൻ കളക്ഷൻ, കറൻസി എക്സ്ചേഞ്ച്. കറൻസി വളരെ ചുരുക്കം, കൂടുതലും കോയിൻ. കറൻസി ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. കോയിൻസ് ഈ അതിനു മുമ്പ് അതിനു മുമ്പ് ലോട്ടറിയിലൊന്നും അധികം പൈസ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇത്, പിന്നെ ഞാൻ ലെമനേഡ് സ്റ്റാൻഡ് എന്ന് പറയാം. ലെമനേഡ് സ്റ്റാൻഡ്, പേരയ്ക്ക, ഇതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഈ ആക്രി കളക്ട് ചെയ്തിട്ട് വിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ വല്ലാത്ത ആഗ്രഹങ്ങളാണല്ലോ. അത് 10ാം ക്ലാസ് ആയിരുന്നു ഇപ്പോൾ. അപ്പൊ എനിക്ക് ചെയ്യാൻ കാർഡ് ബോർഡിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ട്. ഞാൻ തന്നെ പോയി പറക്കുന്ന വിചാരിച്ചു. പക്ഷെ അത് അപ്പം പറഞ്ഞു ഇത് വേണ്ടടാ. അമ്മച്ചി ഗ്രാൻഡ് മദർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറും ഗ്രാൻഡ് ഫാദർ സുപ്രീം കോടതി ലോയറൊക്കെ അല്ലേ, നീ ചെയ്യണ്ട, ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാനിത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാവില്ലേ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് എന്നാലും ചെറുപ്പം തൊട്ട് വേറൊരു ഇതുണ്ടായിരുന്നു വെച്ചാൽ, അപ്പനൊക്കെ എന്നെ കളിയാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക, അപ്പം അതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ജംഗ്ഷനാണ്. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുക, ആ ഭിക്ഷക്കാരൻ എന്താ അവിടെ ഇരിക്കുന്നത്, ആ ജംഗ്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കച്ചവടം കിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ കച്ചവടത്തിന്റെ നോക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് 5ാം ക്ലാസ് ആദ്യം നേവൽ പബ്ലിക് സ്കൂളിൽ LKG UKG. അവര് ഫസ്റ്റിലേക്ക് അഡ്മിഷൻ തന്നില്ല, നമ്മൾ നോൺ നേവൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. ടോക്കച്ച് സ്കൂളിലേക്ക് മാറി, ടോക്കച്ച് കൊച്ചിയിൽ. എന്നിട്ട് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് 6ാം ക്ലാസ്സിൽ ചോയ്സിലേക്ക് മാറി. ചോയ്സിൽ മാറിയത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഇതായിരുന്നു. നമുക്ക് കുറെ എക്സ്പോഷർ കിട്ടി, ലാംഗ്വേജും ബുക്സും. അവർ എക്സ്ട്രാ കരിക്കുലേഴ്സിൽ നല്ല ഫോക്കസ് ഉണ്ടായിരുന്നു. കറക്റ്റ്. അത് കാണാനുണ്ട്. കാരണം ആ ഒരു ഏജിൽ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ അതിൽ സ്കൂളിന്റെ ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ടാവുമല്ലോ. സ്കൂളിനേക്കാളും കൂടുതൽ എനിക്കൊന്ന് വീട്ടിലെ ഇൻഫ്ലുവൻസും. ഞാൻ ചെറുപ്പം തൊട്ട് അപ്പച്ചനും അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുന്ന മുമ്പിൽ കടയുള്ളതും ആ കടയിൽ എക്സ്പോഷർ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും. പക്ഷെ സ്കൂളിൽ പോയതുകൊണ്ട് വേറെയും കുറെ എക്സ്പോഷേഴ്സ് കിട്ടിയിട്ടുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻസിനും മറ്റേതിനും ഒക്കെ പോകാനായിട്ട് നമുക്ക് നല്ലൊരു എക്സ്പോഷർ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ഞാനിപ്പോൾ 40 വയസ്സായി. അപ്പോൾ 2002 ഞാൻ ഡിഗ്രിക്ക് ചേരുന്നത്. അപ്പം തേവര കോളേജിലാണ്. അവിടെയാണെങ്കിൽ ഞാനൊരു മാനേജ്മെന്റ് സ്റ്റുഡൻറ്റാണ്. പൈസ കൊടുത്തിട്ട് കിട്ടിയ സീറ്റാണ്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റാണ് ഇത് കൊടുത്തിരുന്നത്. അപ്പം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നാലും അവിടെ കിട്ടുന്ന മാർക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശം. അപ്പം എനിക്ക് 12th 87% എന്തോ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് 90 ഒക്കെ ഉള്ളവർക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എന്നിട്ട് അവർ മാനേജ്മെന്റ് സീറ്റാണല്ലോ. അപ്പം to be honest, Tevra College is a good college, but it's like whatever. So അപ്പോൾ ആ മാനേജ്മെന്റ് സീറ്റ് കൊടുത്തിട്ട് അവിടെ കയറി 3 വർഷം അവിടെ പഠിച്ചു. അപ്പം അന്ന് KSU ഒക്കെ ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്, ലാസ്റ്റ് ഇയർ ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ ബാൻ വരുന്നത്. അപ്പോൾ ഹൈബീഡിനാണ് നമ്മുടെ 1 year സീനിയർ. അപ്പോൾ നമുക്ക് എപ്പോഴും സമരവും നല്ല രസമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് സമരം നിന്നു ഈ ഇത് വന്നപ്പം. അപ്പം ഈ ഓരോ പാർട്ടിക്കാർ വന്നിട്ട് സമരം ചെയ്യുമല്ലോ. അപ്പോൾ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ചില പ്രൊഫസർമാർ നല്ല സ്മാർട്ടാണ്, നീ വന്ന് കറക്റ്റ് സംസാരിച്ചിട്ട് പോകാൻ പറയും. ഈ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് അവിടെ സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്ന ഒരു പേടിയുണ്ടാവും. അതൊക്കെ ഒരു നല്ല രസമായിരുന്നു. അപ്പം അവിടെ തേവര കോളേജിൽ 3 വർഷം പഠിച്ചു. ആ പഠിച്ച സമയത്ത് രാവിലെ ഞാൻ കടയിൽ പോകുമായിരുന്നു, വൈകുന്നേരം കടയിൽ പോകുമായിരുന്നു. നിങ്ങളെ എം ജി മെഡിക്കൽസിന്റെ കടയിൽ. അത് നിങ്ങൾ പിന്നെ ഫാദറിന്റെ സൈഡ് ബിസിനസ് ആയിരുന്നു? അങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലമായിരുന്നു. അപ്പച്ചന് ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ എന്തോ വേറെ റെന്റിന് കൊടുത്തേക്കായിരുന്നു. ഒഴിപ്പിക്കാൻ നേരത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ മാത്രമല്ലോ കോടതി നമുക്ക് തരത്തുള്ളൂ, നമ്മുടെ സ്ഥലമാണെങ്കിലും എന്തെങ്കിലും തുടങ്ങാനെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനെന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കൂടെ തിയററ്റിക്കലി തുടങ്ങിയ ഷോപ്പും. ഫാദർ ഫെഡറൽ ബാങ്കിലായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു, പക്ഷെ അധികം ഇൻവോൾവ് അല്ല. എൻ്റെ അമ്മയും ഗ്രാൻഡ് പാരൻസും കൂടെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഷോപ്പായിരുന്നു. അപ്പൊ അതില് ഞാൻ പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന 2000 അപ്പോൾ ഓൾറെഡി 99 VRS എടുത്തിരുന്നു. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ സിക്ക് ആയി പോയതുകൊണ്ട് അപ്പോൾ ഫുൾ ടൈം ഷോപ്പിലുണ്ട്. 2002 അപ്പം 2002 to 2005 SH പഠിച്ചത്. അപ്പം ഞാൻ ഇന്നലെ കോഴിക്കോടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ തന്നെ പറയാന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയൊക്കെ ചോദിക്കുമല്ലോ, ഇനി നിനക്ക് പഠിത്തമൊന്നും ഇല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാറ്റ് എഴുതാം, എങ്ങനെയും കിട്ടണം. അപ്പയുടെ ബ്രദറാണെങ്കിൽ IIT IIM ആണ്. അപ്പം നമുക്ക് അതിനൊരു ഇൻസ്പിറേഷൻ അങ്ങനെയുണ്ട്. അപ്പം
അത് എങ്ങനെയും കിട്ടാൻ വേണ്ടി കാറ്റ് പഠിക്കാൻ തുടങ്ങി. കാറ്റ് പഠിക്കാൻ IMS എന്നൊരു സെൻറ്ററിലാണ് പോയത്. അപ്പോൾ അവിടെ പഠിക്കുമ്പം അവിടെ നമുക്ക് ഒരു 2-3 ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ സക്സസിന്റെ ചാൻസ് കൂടുതലെന്ന് വിചാരിച്ചു. അപ്പം അവിടെ നമുക്ക് വിനയ് സിംഗ് എന്ന് പറഞ്ഞൊരു പയ്യനെ കിട്ടി. അവന് ഞാനിവിടെ ഡെയിലി കാറ്റ് പരീക്ഷ എഴുതുന്നു, ടൈമിലും പോയി പരീക്ഷ മോക്ക് ടെസ്റ്റ് എഴുതുന്നു, റോഡ് സൈഡിലൊക്കെ ഇരുന്ന് സോൾവ് ചെയ്യുന്നു. വെച്ചാൽ ഭ്രാന്താണല്ലോ. അപ്പം ഒരു വർഷമായിരുന്നു കുറേ ടെസ്റ്റ് പേപ്പറും പഠിക്കുന്നു. കമ്പൈൻ സ്റ്റഡി ശരിക്കും പഠിക്കുന്നു, കഥ മാത്രമല്ല. അപ്പം പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് തീരുമാനിച്ചത് ഒന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ നഷ്ടമില്ല, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആവും, സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്ന വെച്ചാൽ പഠിക്കുന്നത്. ഇപ്പം IIM കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണല്ലോ. ഇത്രയും പേര് അങ്ങനെ മാത്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെ നോക്കിയാൽ ഒന്നും ആവില്ല. അതുകൊണ്ട് നമ്മളത് ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കാറ്റ് എഴുതിയിട്ട് എനിക്ക് 99.87% കിട്ടി. ഒരു കോമേഴ്സ് ഗ്രാജുവേറ്റിന് ഒരു നല്ല പെർസെൻറ്റേജില്ല. അപ്പം അല്ലെങ്കിൽ നല്ല പെർസെൻറ്റേജില്ല, 99.87 ടോപ്പ് 1.13 അപ്പം അവനും കിട്ടി. അവന് കാൽക്കട്ട ആദ്യം ബാംഗ്ലൂർ കോൾ കിട്ടിയില്ലായിരുന്നു, കാൽക്കട്ട കിട്ടി. കുറച്ച് അവന് ബാംഗ്ലൂർ കോളും കിട്ടി. എന്നിട്ട് ഈ എന്താ പറയുക, അഹമ്മദാബാദിൽ ഞാൻ എടുത്തു, അവൻ ബാംഗ്ലൂർ എടുത്തു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ടച്ചില്ലായിരുന്നു. ABC അങ്ങനെ എന്തോ ഒരു ഇതില്ലേ, ബ്ലാക്കി എന്ന് പറയും അന്നത്തെ കാലത്ത്, ബ്ലാക്കി പറയും. ബാംഗ്ലൂർ, ലക്നൗ, അഹമ്മദാബാദ്, കാൽക്കട്ട, കോഴിക്കോട്, ഇൻഡോർ. ബ്ലാക്കി കിട്ടുമെന്ന് വെച്ചാൽ 6 കോളം കിട്ടി. ബ്ലാക്കി കോൾസ് കിട്ടി, ബ്ലാക്കി കൺവേർട്ട് ചെയ്യുന്ന പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോട്ട് all 6, യു കൺവേർട്ടഡ് all 6. അപ്പൊ എനിക്ക് ആദ്യം all 6 കോൾസ് കിട്ടി, 5 കൺവേർട്ട് ചെയ്തു. കോഴിക്കോട് എന്നെ വെയിറ്റ് ലിസ്റ്റ് ഇട്ടു, എന്തായാലും ഇവിടെ ജോയിൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ കൺവേർട്ട് ആയി. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഈഗോ, ചെറിയ പിള്ളേരല്ലേ നമ്മൾ. അപ്പം ഈ ബ്ലാക്കി നമുക്ക് കിട്ടണം. അപ്പൊ ആ ബ്ലാക്കി നമുക്ക് 6 കോളം കിട്ടി, ആളും കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അവൻ ബാംഗ്ലൂർ കയറി. പിന്നെ ഈ ഇടയ്ക്കാണ് നമ്മൾ പിന്നെയും കുറച്ച് ടച്ചിലായ. അവനിപ്പം വലിയൊരു VC ഒക്കെയാണ്, ഈ ഫയർ സൈഡ് വെഞ്ചേഴ്സ് എന്ന കമ്പനിയുടെ കോ ഫൗണ്ടറാണ്. അപ്പം അവനാണ് എന്നെ ഇപ്പം കുറച്ച് അൺബോട്ടിൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ ഇൻവോൾവ് ആയിരുന്നപ്പോഴൊക്കെ എന്നെ ഐശ്വര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അവനാണ്. സോ അപ്പോൾ അവൻ അങ്ങനെ ആയി. അപ്പോൾ നമ്മളത് വിചാരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മൾ കൂടെ ഇരിക്കുന്നവർക്ക് ഇത്രയും പേർക്കല്ലേ കിട്ടുള്ളൂ. അപ്പം 100-200 പേരിലും ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ കിട്ടുമോ? പക്ഷെ അങ്ങനെയല്ല, 2 കിട്ടുന്നവർക്ക് കിട്ടി. അതുകൂടാതെ ഞാൻ എന്നിട്ട് അഹമ്മദാബാദിൽ കിട്ടുമില്ല നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇന്റർവ്യൂ ഞാൻ വെച്ചേക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. സാധാരണ ബാംഗ്ലൂർ അല്ലെങ്കിൽ അഹമ്മദാബാദ് തന്നെ വെക്കാം. പിന്നെ അഹമ്മദാബാദ്, ബാംഗ്ലൂരിന് ബാംഗ്ലൂർ, കോഴിക്കോട്. അറ്റ്ലീസ്റ്റ് എല്ലാ ക്യാമ്പസും കാണാനായി. നമുക്കൊന്നും അത്രയും വിവരമൊന്നും ഇല്ലല്ലോ. അവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, അറ്റ്ലീസ്റ്റ് പോയിന്നായി അവിടെ എന്താ നടന്നൊരു ഫീൽ കിട്ടും. അപ്പൊ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തപ്പം ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോഴും നമ്മൾ ഈ കണക്കാണ് നോക്കുന്നത്. ഈ ഇന്റർവ്യൂ കോള് 4 പേർക്കിൽ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അത് 2 പേർക്ക് കിട്ടുള്ളൂ. പക്ഷെ ആ 7 പേരിൽ 6 പേർക്കും കിട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ അകത്തുള്ളത്. അതുകൂടാതെ ഇന്റർവ്യൂ നടത്തുമ്പോൾ 2 പേര് ഇരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇരിക്കുന്ന പുള്ളിക്കാരൻ വന്ന് ഡോർ തുറക്കുന്നു നടക്കുന്നത്. ഞാൻ വെച്ച് എന്തോ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. പിന്നെ മനസ്സിലായി പുള്ളിയാണ് സീനിയർ പ്രൊഫസർ. അത് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. നല്ലൊരു ഇന്റർവ്യൂ ആണ്. അതായത് ബേസിക്കലി നമ്മൾ വെറുതെ കുറെ ആലോചിച്ച് വിട്ടിട്ടല്ലേ, യു ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. അല്ല, അവർക്ക് ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ അറിയാം. അപ്പം അവർക്ക് നമ്മൾ എന്ത് ടോപ്പിക് കൊടുത്താലും, ഇപ്പം നിങ്ങൾക്ക്, ഞാനൊരു എഞ്ചിനീയർ അല്ലല്ലോ, പക്ഷേ എഞ്ചിനീയറിംഗിന് എന്തെങ്കിലും ടോപ്പിക് കൊടുത്താൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കും. എത്ര കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മെക്കാനാണെങ്കിലും എന്താണെങ്കിലും അവർ ചോദിക്കുന്നത് വളരെ റെലവൻറ്റ് ക്വസ്റ്റനാണ്. ഒന്ന്, അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്. പിന്നെ ഒരു ജോലി തന്നെ വായിച്ചുകൊണ്ടിരിക്കലാണ്. പ്ലസ് അവർ ചോദിക്കുമ്പോൾ they need not even know the answer fully, but you have to, because you don't know what their level of knowledge is. അത് അറിയാത്തതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിൽ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ 7 പേരിൽ 6 പേർക്കും കിട്ടിയെന്നുള്ളത് ഭയങ്കര ഇൻസ്പയറിംഗ് സാധനമാണ്. അതാണ്. അപ്പം നമ്മൾ നോക്കുന്ന പോലെ ഈ 4 വെച്ച് കിട്ടുവാണെങ്കിൽ 2 പേർക്ക് കിട്ടും. അങ്ങനെയല്ല നമ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളിൽ 7 പേരിൽ 7 കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആവറേജ് വർക്ക് ആവുന്നത്. പക്ഷെ ഈ 7 പേരിൽ 6 പേർക്ക് കിട്ടി. കറക്റ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഐ തിങ്ക് യു ഗോട്ട് എ വെരി സോളിഡ് നെറ്റ്വർക്ക്. IIM പഠിക്കുന്നൊക്കെ ഒരു ടോപ്പ് ലെവലിലായിരിക്കുമല്ലോ. അവിടെ നിന്ന് നിങ്ങൾ ജോലി എടുക്കണേ, കോടികളെ അല്ലെങ്കിൽ ലക്ഷങ്ങളെ ജോലി എടുക്കണേ പകരം നിങ്ങൾ ഓണ്ടർപ്രീനർഷിപ്പിലേക്കാണ് പോയത്. ആ ഒരു ജേർണി എങ്ങനെ സംഭവിച്ചു? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത് ക്യാമ്പസ് പ്ലേസ്മെന്റിനെ പറ്റി പറയണം. അപ്പൊ സമ്മേഴ്സിൽ നമുക്കൊരു പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഞാൻ അന്ന് പോയിട്ട് എന്താണെന്നറിയില്ല, മലയാളി ആയതുകൊണ്ടാണ് അറിയുന്നു, ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ് ഇലക്ഷൻ നിന്നു. എന്തിനു നിന്നു എനിക്കറിയില്ല. ഞാൻ അത് കുറെ ഫൈറ്റ് ചെയ്തിട്ട് ജയിച്ചു. അപ്പൊ അത് ജയിച്ചപ്പോൾ അതാണ് എന്റെ CV-യിലുള്ള ആകെയുള്ള പോയിന്റ്. ബാക്കിയെല്ലാം IIT, ഇത് ഗോൾഡ് മെഡൽ, ടോപ്പർ, JEE 2 ഡിജിറ്റ് റാങ്ക് എന്നൊക്കെയാണല്ലോ. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ കാര്യമായിട്ടൊന്നും എഴുതാനുള്ളത് ആയിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് അപ്പൊ എല്ലാവർക്കും 8-10 ഷോർട്ട് ലിസ്റ്റ് ഒക്കെ കിട്ടി പല കമ്പനികളിലും. Day 0 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബെസ്റ്റ് കമ്പനീസ് കം ഓൺ Day 0. സോ ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഗെറ്റ് പ്ലേസ് ദെയർ എന്നുള്ളൊരു ഫിലോസഫിയാണ്. അത് യു ക്യാൻ ഡിബേറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇതിപ്പോ ഇച്ചിരി മാറിയെന്ന് തോന്നുന്നു അന്നത്തെ പറയുന്നത്. അപ്പം ഞാൻ Day 0-ല് എനിക്ക് ഭാഗ്യത്തിന് ഗോൾഡ്മാൻ സാക്സ് എന്ന് പറഞ്ഞ കമ്പനിയും
ബെയിൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷോർട്ട് ലിസ്റ്റ് കിട്ടി. മാനേജ്മെന്റ് കൺസൾട്ടൻസി. മാനേജ്മെന്റ് കൺസൾട്ട് ബെയിനും, ഗോൾഡ്മാൻ സാക്സും, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് എനിക്കറിയില്ല എന്തിനാന്ന്, പക്ഷെ ഞാൻ അവരുടെ ബാലൻസ് ഷീറ്റ്സും അവരുടെ ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് കഴിഞ്ഞ് 3-4 വർഷത്തെ എല്ലാം വായിച്ചു പഠിച്ചു. പ്രത്യേകിച്ച് ഗോൾഡ്മാൻ സാക്സിന്റെ. ബെയിനിന്റെ എനിക്കറിയില്ലായിരുന്നു പബ്ലിക് ലെവലിൽ എന്താ വായിച്ചതെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ ബെയിൻ്റെ ഇന്ത്യയുടെ MD-യുടെ ഇമെയിൽ അഡ്രസ് കിട്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് മെയിൽ അയച്ചു. ഇതൊന്നും ആരും ചെയ്യുന്നതല്ല, ഇത് പ്രോട്ടോകോളിന് അഗേൻസ്റ്റ് ആണ്. പ്ലേസ്മെന്റ് കമ്മിറ്റി പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഞാനിതൊക്കെ ചെയ്തു. പണ്ടൊട്ടേ ഔട്ട്ലയർ ആണല്ലോ. എനിക്കറിയില്ല, ചെയ്തു അല്ലേ. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇതൊക്കെ അന്ന് 20 വയസ്സിൽ ഇതൊക്കെ അവർ പറയുന്ന റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് ഒരു റിസ്ക് എടുത്തിട്ടൊക്കെ അയക്കുന്നത്. ഇന്ന് നോക്കുമ്പോൾ വാട്ട് കൈൻഡ് അത് റൂൾ അല്ലല്ലോ, അത് എന്തെന്ന് പറയുന്നവര്. അത് ആശിഷ് എന്ന് പറഞ്ഞ സിംഗ് എന്ന് പറഞ്ഞ ആളായിരുന്നു ബെയിൻ്റെ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ ഇന്റർവ്യൂ എല്ലാം എനിക്കൊരു മാനേജ് ചെയ്യാനുള്ള ഇതുണ്ട്. ഒന്ന് ഇത്രയും പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവർ വിചാരിക്കുമല്ലോ സീരിയസ് ആണെന്നുള്ളത്. അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ ഇന്റർവ്യൂ ഐ തിങ്ക് ഐ ഡിഡ് ബെറ്റർ ദാൻ എക്സ്പെക്ടഡ്. അപ്പം നമുക്ക് കിട്ടേണ്ട ഒരു ജോബ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. അതിനൊക്കെ ശരിക്കും നമ്മുടെ പ്രൊഫൈൽ മാച്ച് ഉള്ളൂ. 21 വയസ്സല്ലേ ഉള്ളൂ. അതിനൊരു അവർ ഏതോ ഒരു ഹെഡ്ജ് ഫണ്ട് ഈക്വലന്റ് ഒരു പ്രൊപ്രൈറ്ററി ഫണ്ട് കൊണ്ടിട്ടു. അത് കുറെ കൂടെ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഇട്ടേണ്ട സ്ഥലം. അവിടെ എന്നെ കൊണ്ടിട്ട് അവിടെ എനിക്കറിയില്ലല്ലോ, ഞാൻ നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ വെൻ യു ആർ പ്ലേസ് ഇൻ എ പൊസിഷൻ, നമുക്ക് എത്തുന്നതിനേക്കാളും മേളിലൊരു പൊസിഷനിൽ പ്ലേസ് ചെയ്താൽ ജോബ് പ്രൊഫൈൽ ബാൻഡ് ഒന്നാണ്, പക്ഷെ നമ്മൾ ഇട്ടേക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് സ്ഥലത്തിട്ട് നമുക്ക് ശരിക്കും നമുക്ക് മോശമാണ്. അത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത എല്ലാം സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലൂടെ ഇടുമ്പോൾ വി വിൽ ലുക്ക് ലൈക്ക് ഒന്നും അറിയാത്ത ആളായിട്ട് തോന്നുമല്ലോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഓംകാർ ബി ദ ഇഡിയറ്റ് ഇൻ ദ റൂം എന്നല്ലേ, ബി ദ ഇഡിയറ്റ് ഇൻ ദ റൂം എന്നാണ്. പക്ഷേ ഡിഫറെന്റ് സ്റ്റോറി. എനിവേ, സോ be the idiot and asking questions maybe, but this is like real idiot. So what happened was ഇവര് എന്നെ അവിടെ കൊണ്ട് ഹോങ്കോങ്ങിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ എല്ലാം ആൽഫ മെയിൽസ് ആണ്. ഒന്നാമത് ഗോൾഡ്മാനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ബാങ്കിൽ തന്നെ ടഫ് ആൾക്കാരാണ്. ഗോൾഡ്മാൻ ഇസ് കൺസിഡർഡ് ടു ബി ഈവൻ ടിപ്പിക്കൽ ടൈപ്പ് A പേഴ്സണാലിറ്റീസ്. സോ അത് ഭയങ്കര ടഫായിരുന്നു എനിക്ക് കുറച്ച്. പിന്നെ നമ്മളാണെങ്കിൽ എല്ലാം പൈസ ലാഭിക്കാനാണ് നോക്കുക. നമ്മളെല്ലാം ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർ ഹോട്ടലൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ പോകാനായിട്ട് $20 എന്ത് വരും, ഹോങ്കോങ് ഡോളർ. $20 200 രൂപ ഉള്ളൂ. അത് ലാഭിക്കാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂറൊക്കെ നടക്കുമായിരുന്നു. 1 മാസം കഴിയുമ്പോൾ അത് മാറി. പിന്നെ നമ്മൾ ഭക്ഷണം ബിരിയാണിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കും. അപ്പം നമുക്ക് അന്ന് കൾച്ചറിലൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ ബിരിയാണിക്കൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതെല്ലാം ഫോറിനേഴ്സിനൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. മൾട്ടി കൺട്രി ഡെസ്കാണ്. അപ്പം അതൊക്കെ അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ പോക്കർ കളിക്കാൻ പോയി ഒരു ദിവസം രാത്രി, ഇവരെല്ലാവരും കൂടെ ചീട്ട് കളിക്കാൻ പോയി. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളിങ്ങനെ കളിക്കുന്ന ഒരു സീനിയറിൽ മാറിയുന്നു. അത് നമുക്ക് മാർക്കറ്റില്ല, ഇത് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ അതൊക്കെ കളിക്കണമായിരുന്നു. 500-1000 വെച്ചിട്ട് നമ്മുടെ അവർ ഇതൊക്കെയാണ് ഔട്ട് ഓഫ് ഓഫീസാണ് അവർ നമ്മളെ വാട്ട് ദേ ലുക്കിംഗ് ആർ ദീസ് ഗുഡ് പീപ്പിൾ ടു ഹാങ് ഔട്ട് വിത്ത്. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയാലോ. അപ്പൊ എനിക്ക് ഈ ഗോൾഡ്മാനിൽ ഫൈനലി ജോബ് പ്ലേസ്മെന്റ് ഫൈനൽ ഓഫർ കിട്ടിയിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഇയറിൽ വേണമെങ്കിൽ ഫൈനൽസിൽ ഇരിക്കായിരുന്നു. ഫസ്റ്റ് ഇയർ തന്നെ ഇന്റേൺഷിപ്പ് മോഡലിലാണ്. ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെ ഇടയിൽ 2 months വെക്കേഷനിൽ നമുക്ക് ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്. അന്ന് 5-6 ലക്ഷം രൂപ കിട്ടി ഈ 2 മാസത്തേക്ക്. ഇന്നിപ്പം 10 ലക്ഷം പിള്ളേർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ 5-6 ലക്ഷം രൂപ 2006 ഒരു വലിയ എമൗണ്ട് ഫോർ ആൻ ഇന്റേൺ. അപ്പം സ്റ്റേയും ഫ്ലൈറ്റും എല്ലാം എക്സ്ട്രാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഫൈനൽസിൽ പ്ലേസ്മെന്റിൽ ഇരിക്കണ്ടെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. ഈ കിട്ടാത്തത് എങ്ങനെയായിരുന്നു? മീൻസ് അവരെന്തോ ലെറ്റർ അവരയക്കും പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. അത് 2-3 വർഷം കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പൊ നമ്മൾ 0 നിന്ന് എത്തുമ്പോൾ നമ്മളെ ലേണിംഗ് കർവിലും പ്ലസ് കൾച്ചറൽ ഫിറ്റും വേണമല്ലോ. അപ്പൊ നമ്മൾ ഈ ചീട്ട് കളിക്കുന്നില്ല, നമുക്ക് അത്രയും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. ചീട്ട് കളിക്കുന്നില്ല, അത്രയൊക്കെ അറിയത്തുള്ളൂ. ചീട്ട് കളിക്കുന്നില്ല, ഇവരുടെ പുറത്ത് പോകുമ്പോൾ നമ്മൾ വെള്ളം അടിക്കുന്നില്ല, അത് ഇപ്പോഴും ഇല്ല. പിന്നെ ഇത് എന്താ മറ്റേ ബിരിയാണി കഴിക്കുന്നത്, ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൾച്ചറൽ ഫിറ്റ് ആയിട്ടില്ല. നമ്മൾ അറിയില്ല. ഇപ്പൊ നമ്മൾ എന്നാൽ എവിടെയും ഫിറ്റ് ആക്കാം, പക്ഷെ അന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അവര് തന്നിട്ടില്ല ജോബ്, വിച്ച് ഇസ് എ ഫെയർ തിങ്. പക്ഷെ അവരൊക്കെ ഭയങ്കര ടഫ് ബോസ് ആയിരുന്നു. അപ്പം തന്നെ എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങിയാൽ കൊള്ളാന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ എന്ത് തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയർ ഇരുന്നപ്പം പ്ലേസ്മെന്റ് ഇരിക്കാതെ ഈ ഞങ്ങളുടെ ഈ ഡോമിലുള്ള 10 പേര്, ഒരു ഫ്ലോറിൽ 10 പേരാ, ഒരു ഡോമിൽ 20 തൊട്ട് 40 പേരുടെ ഇടയിലായിരുന്നു. അപ്പൊ എന്റെ ഫ്ലോറിൽ ഹോസ്റ്റൽ ഡോമിറ്ററി. പക്ഷെ ഇങ്ങനെ ഒരു ബിൽഡിംഗ്, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, ഒരു ഫാമിലി പോലെ. ഒരു ഡോം ബാപ്പ് എന്നൊക്കെ ഞങ്ങൾ പറയും. ഡോം ഫാദർ, ലേഡീസിന് വേറെ ഡോം. മാത്രമല്ല ടെർമിനോളജീസ് ആണോ? ഡോം ബാപ്പ് കുറെ ഉണ്ട്. ഫച്ച എന്ന് വെച്ചാൽ ജൂനിയർ, തുച്ച എന്ന് വെച്ചാൽ സീനിയർ, വിംവി എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പരീക്ഷകളും വിംവി എന്ന് വെച്ചാൽ വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ, വിംവി. അങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് തന്നെ. ഈ പ്രൊഫസേഴ്സ് കേസ് സ്റ്റഡി എഴുതുമ്പോൾ വിംവി, നിയർ വിംവി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതൊരു യൂസ് ടേം ആണ്. വിംവി എന്ന് തന്നെയാണ് മാഗസീന്റെ പേര് അവിടുത്തെ. അപ്പം ഈ ഡോമില് ഞങ്ങൾ 10 പേരിൽ 6 പേര് സീനിയേഴ്സ്, 4 പേര് ജൂനിയേഴ്സ്. അപ്പൊ ഈ 6 പേരിൽ ഞങ്ങൾ 3-4 പേർക്ക് ബിസിനസ് തുടങ്ങുന്നത് വലിയ ആഗ്രഹം. അപ്പൊ എല്ലാ ദിവസവും ഓരോ ബിസിനസ് സംസാരിക്കും.
ബിസിനസ് വെച്ചാൽ വലിയ ബിസിനസ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ സഹാര എയർലൈൻസ് പൊട്ടാൻ പോകുന്നു 2006 പൊട്ടാൻ പോകുന്നു എനിക്ക് ഉറപ്പായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നല്ല 1 രൂപയ്ക്ക് നമുക്ക് മേടിക്കണം, അതിന് ടേൺ ഡൗൺ ചെയ്യണം. ഇങ്ങനത്തെ ഓരോ മണ്ടത്തരം ഐഡിയാസാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് സഹാര എയർലൈൻസ്, ഒരാൾക്കാണെങ്കിൽ ഫസ്റ്റ് ട്രില്യണിയർ ഇൻ ദ വേൾഡ് ആവണം, ഇതൊക്കെയാണ് സംസാരങ്ങൾ. ചെറിയ ഇങ്ങനെ രക്ഷപ്പെടണമെന്നല്ല, ചിന്തയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ പ്രായതുകൊണ്ട് നമ്മളെല്ലാം കേൾക്കുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് അവസാനം ഈ എന്റെ കൂടെ ഈ ഡോമിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു പ്ലേസ്മെന്റ് സെക്രട്ടറി. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആയി. അപ്പം സ്റ്റുഡന്റ് ബോഡിയുടെ ജനറൽ സെക്രട്ടറി ഞാനാണ്. അതും പുള്ളി പ്ലേസ്മെന്റ് സെക്രട്ടറിയാണ്. പ്ലേസ്മെന്റ് സെക്രട്ടറിക്കാണ് ആക്ച്വൽ പവർ. ജനറൽ സെക്രട്ടറിക്ക് നോമിനൽ യുവർ ഹെഡ് ഓഫ് ദ യൂണിയൻ എന്നൊക്കെ പറഞ്ഞാലും in an institute like I am, placement has a lot of power because that's what makes the institute. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനും വേറെ 1-2 പേരുണ്ട്. പുള്ളിക്കാരനെ സ്വന്തമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പോയിട്ട് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്തു. നല്ല ആൾക്കാരെ പ്ലേസ്മെന്റ് ടോപ്പിൽ കൊണ്ടുപോയി വെച്ച് അവന്മാരെന്നെ ഇരിക്കില്ല, അവരെന്നെ ഇരിക്കില്ല. കഴിഞ്ഞാൽ അങ്ങനെ പ്ലേസ്മെന്റ് ഉള്ള മിക്കവരും ഇരിക്കാറില്ലായിരുന്നു മുമ്പുള്ള. അങ്ങനെ എല്ലാവരും സ്വന്തമായിട്ട് തുടങ്ങുമായിരുന്നു. പക്ഷേ ഈ പോയിട്ട് ഈ പോളിസി കൊണ്ടുവന്നു. ഐ തിങ്ക് ദിസ് പോളിസി ഹാസ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ്. എന്ത് പോളിസി? ഈ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ നമുക്ക് ഇന്നിപ്പം ജോലിയൊക്കെ എടുക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, അത് രക്ഷപ്പെട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. അന്ന് 2 വർഷം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പ്ലേസ്മെന്റ് ഇരിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം ഇരിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം ഇരിക്കാം. സേഫ് ആക്കി, അത് സേഫ്റ്റി നെറ്റ് ആക്കി. അപ്പൊ അല്ലെങ്കിൽ നമ്മളോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു IIM ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസി. പക്ഷെ അതിന്റെ കൂടെ ഒരു സേഫ്റ്റി നെറ്റും കൂടെ ഇട്ട് തന്നപ്പം പിന്നെ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ജോലി തപ്പി ഫീൽഡിൽ പോവുകയാണെങ്കിൽ കമ്പനി എല്ലാവരും കണ്ടുപിടിക്കാൻ പാടാ. ഇതാകുമ്പം പ്ലേസ്മെന്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്ന ടീംസ് ആണ് മുഴുവനും, എല്ലാ കമ്പനിയുടെ. അവിടെ ഡിസിഷൻ ഇസ് ഹാപ്പനിങ് ഇൻ ഫ്യൂ hours or you have options across. So that is why that placement makes a big difference. ക്യാമ്പസിൽ തന്നെ വന്നിട്ട്, അപ്പൊ ആ ക്യാമ്പസിൽ വന്നെടുക്കാനായിട്ടാണ് എല്ലാവർക്കും താല്പര്യം. ആരും വന്നില്ല, പക്ഷെ അത് കേട്ടതോടെ ഐ തിങ്ക് എല്ലാവർക്കും ഇച്ചിരി കൂടെ ധൈര്യം വെച്ചു. അപ്പൊ ഈ 13 പേര് അന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്തു. 13 പേര് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാരും പല ബിസിനസ് തുടങ്ങി. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ബാച്ചിൽ? അന്ന് 250 260, ഇന്ന് 500 അടുത്തുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പൊ നിങ്ങൾ ആ സേഫ്റ്റി നെറ്റ് വെച്ചിട്ട് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്ത് ചെയ്തു? എന്നിട്ട് ഇവിടെ വന്ന് എന്നിട്ട് എനിക്കൊരു 2 മാസം യൂറോപ്പിൽ ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിപ്പം പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, കച്ചവടം ഞാൻ അതിന്റെ ഇടയിൽ പോവാം. അതാണ് എന്റെ വൺ ഓഫ് ദ ഫ്യൂ റിഗ്രറ്റ്സ് ഇൻ ലൈഫ്. ആദ്യമേ അത് പോയിരുന്നു, പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ ഉടനെ 2 ആഴ്ചത്തേക്ക് ഞാൻ ഡൽഹിയിലൊരു ചെയിൻ ഓഫ് റീറ്റെയിൽ സ്റ്റോഴ്സിന്റെ എൻ്റെ ഒരു ഫ്രണ്ട് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് പൈസ ഒന്നും തന്നില്ല, പക്ഷെ എന്നിട്ട് 2-3 ആഴ്ചത്തേക്ക് പോയി ഡൽഹിയിൽ. അപ്പൊ ആ റീറ്റെയിൽ നമുക്ക് തുടങ്ങാൻ എന്റെ പ്ലാൻ ഫാർമ റീറ്റെയിൽ തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് റീറ്റെയിൽ അറിയത്തുള്ളൂ, അപ്പൊ റീറ്റെയിൽ തുടങ്ങാം. അപ്പൊ അവിടെ ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ആ റീറ്റെയിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ ഡൽഹി പോയി 2-3 ആഴ്ച നിന്നപ്പോൾ മനസ്സിലായി ഇത് റീറ്റെയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട്, ഇത്രയും നമ്പർ ഓഫ് SKUs ഉണ്ട്, ഇത്രയും സ്റ്റാഫ് ഉണ്ട്, ക്യാഷ് ആണ്, പിൽഫ്രേജും എററും എല്ലാം പ്രോബ്ലം ആണ്. മരുന്ന് മാറിക്കൊടുത്താലും പ്രശ്നമാണ്, പൈസ അടിച്ചു മാറ്റിയാലും പ്രശ്നമാണ്, മരുന്ന് മര്യാദയ്ക്ക് മടക്കി കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്, സ്റ്റോക്ക് ഔട്ട്, അങ്ങനെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. സിംഗിൾ സ്റ്റോർ റൺ ചെയ്യുന്ന പോലെയല്ല ചെയിൻ. അതിനുള്ള ടെക്നോളജി ഒന്നും അത്രയും ആയിട്ടില്ല അന്ന്. കുറെ ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് നോട്ട്. അത് ഏത് ഇയർ ആയിരിക്കും? ഇത് 2007. എന്നിട്ട് എനിക്ക് എന്താ തുടങ്ങേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വന്ന് കൊച്ചിയിൽ ഒന്നും തുടങ്ങാതെ 6-7 മാസം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു ഞങ്ങളുടെ കടയിൽ. അപ്പോൾ 2007 ഒരു ഏപ്രിൽ എൻഡ് തൊട്ട് ഒരു സെപ്റ്റംബർ വരെ അവിടെ വർക്ക് ചെയ്തു. നവംബറിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റും ഡയാലിസിനുള്ള മരുന്ന് പേഷ്യൻസിന് സപ്ലൈ ചെയ്യുന്നത് തുടങ്ങി. അത് 2007 നവംബർ 14 തുടങ്ങിയത്. അത് നോർമൽ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് MRP ഉള്ള അവിടെ അധികം പേര് മേടിക്കില്ല. അത് കൂടുതലും ഹോസ്പിറ്റലിൻ്റെ അകത്തും ഡയറക്റ്റ് പേഷ്യൻറ്റ് ഫ്രം ദ ഡിസ്ട്രിബ്യൂട്ടറാണ് സാധാരണ മേടിക്കുന്നത്. ഒരു മാസം 7,000-10,000 രൂപയൊക്കെ മരുന്നിന് വില വരും. അപ്പം അത്രയും വില വരുമ്പോഴത്തേക്കും അതിന് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, ഒരു ബ്ലഡ് കൗണ്ട് കൂടാനുള്ളത്. അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ബോഡി നമ്മുടെ പുറത്തുനിന്നുള്ള കിഡ്നി വെച്ചേക്കുന്നത് റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇമ്യൂണോ സപ്രസൻസ് എടുക്കണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള എടുക്കണം. അപ്പോൾ അത് രണ്ടും എല്ലാ മാസം എടുക്കേണ്ട സാധനം. സോ വൺ ടൈം മേടിക്കുന്നതാണെങ്കിൽ എല്ലാം മെഡിക്കൽ ഷോപ്പിൽ മേടിക്കുള്ളൂ. ഇതിപ്പോൾ എപ്പോഴും മേടിക്കേണ്ട ഇത്രയും വിലയുണ്ടെങ്കിൽ ആ 2,000-3,000 രൂപ കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാരെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രൊഡക്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്നിട്ട് അത് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി അവിടെ? ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. 2007 ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. അതുകൂടാതെ 2006 ഞാൻ IIM പഠിക്കുമ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളതാണ്. സുനിൽ ഹാണ്ട എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഫസർ, പുള്ളി ഓണ്ടർപ്രണർഷിപ്പ് പ്രൊഫസറാണ്, IIM അലുമിനായാണ്. പുള്ളി എന്നെ ഒരാളെ പരിചയപ്പെടുത്തി തന്നു. പുള്ളിക്ക് ഒരു ഫാർമ കമ്പനി ഉണ്ടായിരുന്നു എൻ്റെ സാറിന്, ആ സാറും ബ്രദറും കൂടെ. എന്നിട്ട് സാറ് ബ്രദറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്ലാരസ് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയാണ്, അതിൻ്റെ സെയിൽസ് ഹെഡിനെ പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് പുള്ളി എന്നോട് കുറേ സംസാരിച്ചിട്ട് എന്നെ പുള്ളി കൊണ്ടുപോയി
കോളേജിൽ തിരിച്ചു കൊണ്ട് വിട്ടു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ട് 2007 ഡിസംബർ ഈ തുടങ്ങി 2 മാസത്തിനുള്ളിൽ ഞാൻ ഡൽഹി നാഷണൽ കോൺഫറൻസിനൊക്കെ പോയി. അങ്ങനെ സാറിന് ആരും പോകാറില്ല അന്നത്തെ സമയത്തൊക്കെ, ഇപ്പോഴൊക്കെ പോയി തുടങ്ങി. അപ്പം ഞാൻ പോയപ്പം പുള്ളിക്കാരനും ഈ പറഞ്ഞ ആളും ഒരു ബാഗ് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പുള്ളി എന്തോ തുടങ്ങാൻ പോവാണ്. പ്രൊഫസറാണോ? അല്ല, പ്രൊഫസർ അല്ല, ഈ സെയിൽസ് ഹെഡ് ആയിരുന്ന ആള് എന്തോ തുടങ്ങാൻ പോവാന്ന് പറയും. അപ്പൊ ഞാൻ കണ്ട് സംസാരിച്ച് ഞാൻ സ്പെഷ്യാലിറ്റി ഒക്കെ ഡീൽ ചെയ്യുന്നത്. പുള്ളി ഞങ്ങൾ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ ടാബ്ലറ്റ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിന്റെ റെലവൻസ് ഒന്നും തോന്നുന്നില്ല സാറേ എന്ന് പറഞ്ഞു. പുള്ളിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, ഇവിടെ എറണാകുളത്തുള്ള ആളായിരുന്നു സാധാരണ കൊടുക്കണ്ടേ. പക്ഷെ അന്ന് അവിടെ വെച്ച് കണ്ടതും ആ പ്രൊഫസർ എന്നെ അവിടെ പരിചയപ്പെടുത്തി തന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 2008 ജാനുവരിയിൽ ഞാൻ ഈ ക്യാമ്പസിൽ പോയി, IIM പോയി, ഒരു കൾച്ചറൽ ഫെസ്റ്റിനോ എന്തിനോ ഇതിനു വേണ്ടി പോയി. അപ്പം പോയപ്പം അവിടെ വെച്ച് നമ്മൾ ഈ ഡീല് സൈൻ ചെയ്തു, ഇങ്ങനെ സ്റ്റോക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു. അവർക്ക് അപ്പൊ മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു? അവർ മാർക്കറ്റിംഗ് കമ്പനി ആയിരുന്നു. അവർ വേറെ മാനുഫാക്ചറിങ്, ഇപ്പൊ മാനുഫാക്ചറിംഗ് ഒക്കെ ഉണ്ട്. അന്ന് അവർ മാർക്കറ്റിംഗ് ആയിട്ട് അവരുടെ ടീം വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് 2008 ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ, സെപ്റ്റംബറിൽ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് അവർ ടീമിന് ഇവിടെ കേരളത്തിൽ ആദ്യം എടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരു 1.5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് അവർ അയച്ചു തന്നു. അതിൽ 1 ലക്ഷം കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ, 27 പിന്നെ കൊടുത്തുള്ളൂ. അത് ഇപ്പോഴും ഞാൻ ഇച്ചിരി അങ്ങനെ കൊടുക്കുന്ന ആളാണ്, മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറയാ. വലിക്കുക പൊട്ടരുത്, അപ്പൊ പൊട്ടിയാ പണിയാവും. പൊട്ടെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ കരിപ്പാവരുത്, അഡ്ജസ്റ്റ്മെന്റ്. അപ്പം 2008 നമ്മൾ ആദ്യത്തെ സ്റ്റാഫിനെ പുള്ളി കൊടുത്തു. നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു, പുള്ളി ഒരു നല്ല കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പുള്ളിക്ക് ഒതന്റിക്കായിട്ട് കിട്ടി. അപ്പോൾ ആ കമ്പനി നമ്മൾ ഭയങ്കര യൂസ്ഫുള്ളായി. ആ ഒറ്റ കമ്പനി വെച്ചിട്ട് ഇന്ന് നമ്മൾ ആ കമ്പനിയായിട്ട് നമുക്കൊരു 270 crore റിലേഷൻഷിപ്പ് ഉണ്ട് പെർ ഇയർ. അത് അവരെ ടാബ്ലറ്റ്സ് നിങ്ങൾ സെല് ചെയ്യും? നമ്മൾ കേരളത്തിലെ സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടർ. വി ആർ സപ്ലൈയിങ് ടു അതർ ഡിസ്ട്രിബ്യൂട്ടർ. എന്ത് മെഡിസിൻ ആണ് അവർ അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളുടെ ഫോക്കസ് ട്രാൻസ്പ്ലാന്റ് ഡയാലിസിസ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ പ്രൊഡക്ട്സ് തന്നെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവർ മെയിൻ പ്രൊഡക്ട്സിൽ പോയില്ല. അതിന്റെ അകത്ത് ചെറിയൊരു ടാബ്ലറ്റ് ഉണ്ട്, കാൽഷ്യം, സ്പെസിഫിക് ടൈപ്പ് ഓഫ് കാൽഷ്യം, സ്പെസിഫിക് ടൈപ്പ് ഓഫ് പൊട്ടാഷ്യം ബോഡിയിൽ നിന്ന് ഇറക്കാനുള്ളത്, അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. സ്മോൾ പ്രൊഡക്ട്സ്. ദേ ഡിഡ്ന്റ് ഗോ ഫോർ ദ വലിയ പ്രൊഡക്റ്റിലേക്ക് അവർ ആദ്യം പോയി നിഷടിച്ചു. നിഷടിക്കുന്ന ഗുണം ആരും അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല, വാല്യൂ കുറവാ. പക്ഷെ എല്ലാത്തിനും കൂടെ വാല്യൂ നോക്കുമ്പോൾ വാല്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് തുടങ്ങിയിട്ട് ഒരു പേഴ്സൺ മെയിൻ വോളിയം പ്രൊഡക്റ്റിൽ വന്നിട്ടാണ് വോളിയം എത്തിച്ചത്. പക്ഷെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടി അവർ അതാ ചെയ്ത് മനസ്സിലായി. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഒരു 250-300 crores അടുത്ത് ചെയ്യുന്നുണ്ട്. ആസ് എ ഡിസ്ട്രിബ്യൂട്ടറും 10-30 കോടി ചെയ്യുന്നുണ്ട്. ആസ് എ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലറും ആയിട്ട് 30 കോടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരായിട്ട് ആ സിംഗിൾ റിലേഷൻഷിപ്പ് നമുക്ക് ഭയങ്കര വാല്യൂ ആയിരുന്നു. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ ഇൻവോൾവ്? അത് എങ്ങനെയാണ് മാർജിൻസ് ഉണ്ടാവുക? ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര മാർജിൻ ആയിട്ട് തോന്നും. അങ്ങനെ ഒരു മാർജിൻ ഇല്ല. പക്ഷെ ഫെയർ മാർജിൻസ് ഉണ്ട്. ഒരു 8 to 10% ഓൺ സെയിൽസ് ആണ് നമ്മുടെ ഗ്രോസ് മാർജിൻ. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് പല രീതിയിലും ഡിസ്കൗണ്ടിങ് ഷോപ്സിനും ഒക്കെ കൊടുക്കണം. നമ്മുടെ ബ്ലെൻഡഡ് മാർജിൻ ഫോർ എ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ ബി അബൌട്ട് 7.5 in today's world. 7.5 ഗ്രോസ് മാർജിൻ കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട്സ്. ആൻഡ് യു വിൽ ഹാവ് 3 to 4% ഓഫ് കോസ്റ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ടിപ്പിക്കൽ ഓപ്പറേഷൻസ്. അപ്പൊ അത് നിങ്ങൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇനഫ് ബിസിനസ് ഉണ്ടാക്കി. എത്ര SKUs ഉണ്ട്, എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? അത് ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ ഒരു കുറെ അക്വിസിഷൻസ് നടത്തിയിട്ടുണ്ട് ടു ആഡ് ലൈൻസ് ആൻഡ് ആഡ് ജോഗ്രഫി എന്നുള്ള. ഇപ്പം നമുക്കൊരു 38,000 to 40,000 യുണീക്ക് SKUs നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. 40,000 SKUs ഉണ്ടാവും. ഓ, അപ്പൊ അതൊക്കെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വലിയൊരു വെയർ ഹൗസ് ഫെസിലിറ്റി അല്ലെങ്കിൽ വലിയൊരു ഫെസിലിറ്റി ഉണ്ടോ സ്റ്റോക്ക് ചെയ്യാൻ? ഇത് പല ലൊക്കേഷൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാലും ഇപ്പം വൈറ്റിലയിലെ ലൊക്കേഷനിൽ 25,000 square feet ഉണ്ട്. നമ്മുടെ ഇതിനകത്ത് കോസ്റ്റ് ഹയർ ആണല്ലോ, അല്ലാതെ ബൾക്കിയർ അല്ല. അവിടെ ഒരു 25,000 to 28,000 SKUs അവിടെ തന്നെയുണ്ട്. 30,000 അടുത്ത് അവിടെ തന്നെയുണ്ട്. അങ്ങനെ പിന്നെ തൊടുപുഴയിലുള്ളതിൻ്റെ അത് ചിലപ്പം യുണീക്കായിട്ട് 3,000-4,000 കൂടെ ഉണ്ടാവും. വെറ്റിനറി അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് നമുക്കൊരു 38,000 to 40,000 SKUs ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ എത്ര ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനാണോ കൊടുക്കണോ ഹോൾസെയിലേഴ്സിനാണോ കൊടുക്കണത്? നമ്മുടെ നേരത്തെ പറഞ്ഞ ബിസിനസ്സിൽ നമ്മളൊരു 200-250 ഹോൾസെയിലേഴ്സ് അക്രോസ് തമിഴ്നാടും കേരളയും കൊടുക്കുന്നുണ്ട് കുറെ. പക്ഷേ നമ്മുടെ കോർ ബിസിനസ് എന്നാലും 2 retailers ആണ്. വി ഗിവ് ടു അബൌട്ട് 3,000 retailers and maybe 150-200 hospitals and maybe 100 clinics or something like that. ഇങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റ്. പക്ഷെ നമ്മൾ റീറ്റെയിലർ ഹെവിയാണ് ബിസിനസ്. റീറ്റെയിലർ ഹെവിയാണ്. അപ്പം ഹോസ്പിറ്റലാണെങ്കിൽ ആക്ച്വലി കുറച്ചും കൂടെ കോസ്റ്റ് ഓഫ് സർവീസിങ് കുറവാണ്. റീറ്റെയിലർ ആകുമ്പോൾ മച്ച് ഹയർ ഫ്രീക്വൻസി, ലോവർ ഓർഡർ വാല്യൂ ആണ്. ബട്ട് സോ വി ആർ ട്രൈങ് ടു ഗെറ്റ് മോർ ഓഫ് ഹോസ്പിറ്റൽ ബിസിനസ് ആൻഡ് ഓൾസോ നമ്മൾ കുറച്ചും കൂടെ റീറ്റെയിലർ ആഡ് ചെയ്യുക. കേരളത്തിൽ ഒരു 10,000-20,000 മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. നമ്മളാകെ 3,000 എത്തിയിട്ടുള്ളൂ. അപ്പോൾ 10,000-17,000 ഔട്ട്ലെറ്റും കൂടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ 17,000 അറ്റ്ലീസ്റ്റ് അടുത്തൊരു വർഷം ആകുമ്പോഴത്തേക്ക് 5,000-5,500 എത്തിക്കണം എന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൽ തുടങ്ങി ആ ഒരു പ്രൊഡക്ട്സ് തുടങ്ങി, ആ ഒരു റേഞ്ച്, ആ ഒരു നിഷ് ഡൗണിലുള്ള പ്രൊഡക്റ്റ് തുടങ്ങി, പിന്നെ കുറെ SKUs ആഡ് ചെയ്തു, കുറെ അക്വിസിഷൻസ് ചെയ്തു. ഹീൽ എപ്പോഴാണ് ജനിക്കുന്നത്? ഇത് ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറ്റുന്നത്, നമുക്കൊരു ഫ്രണ്ട് ഞാനും കൂടെ കുറച്ച് വേറൊരു ബിസിനസ് ഉണ്ടായിരുന്നു കൂടെ പഠിച്ചതിന്. അപ്പം അത് ഞങ്ങൾ നോക്കിയപ്പം
ഈ നമ്മള് സ്മാർട്ടാണല്ലോ എന്നാണ് നമ്മുടെ ധാരണ. അപ്പം ഞാൻ ഇതിനെ പറ്റി പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മളെ എല്ലാ കമ്പനീസിന്റെയും ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇത് ചെയ്യാൻ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. അതിനകത്ത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഉണ്ട്. ഗ്രോസ് മാർജിൻസ് 60-70% നമ്മുടെ മാർക്കറ്റ് ടീമും. അതിനകത്ത് യു ടു ഇൻവെസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോൾസ് ഇടണം, അല്ലെങ്കിൽ whatever, lot of things you have to invest in, have a team, and let's just say it is complicated. പക്ഷെ ഉണ്ട്, മാർജിൻസ് ഉണ്ട്. 10-15% നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് നമുക്ക് സ്വന്തം ബ്രാൻഡ് തുടങ്ങിക്കൂടെ എന്ന് വിചാരിച്ചാണ് ഹീല് തുടങ്ങുന്നത്. ഇത് 2015 മെഡിസിൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയത്. അക്യൂംസ് എന്ന് പറഞ്ഞ മെയിൻ മാനുഫാക്ചർ, കോൺട്രാക്ട് മാനുഫാക്ചർ ഉണ്ട്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന 13% മരുന്ന് അവരുണ്ടാക്കുന്നത്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുക്കും, നമ്മുടെ ബ്രാൻഡ് നെയിമിൽ അവർ ഉണ്ടാക്കി തരും. ബെസ്റ്റ് മാനുഫാക്ചർ എടുത്ത് ഉണ്ടാക്കുന്നത് നമ്മളും സണ്ണും ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്, സിപ്ല ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. ലോട്ട് ഓഫ് പ്രൊഡക്ട്സ്, നോട്ട് സൺ ഡസന്റ് മേക്ക് ജസ്റ്റ് ദെയർ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന നമുക്ക് പ്രൊഡക്റ്റിനകത്ത് ഇഷ്യൂ ഇല്ല. അപ്പൊ നമ്മുടെ ബ്രാൻഡായി. അപ്പൊ പിന്നെ ആലോചിച്ചെന്ന് വെച്ചാൽ .com കിട്ടണം. ഇപ്പൊ HEAL.com എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ഒരു എക്സ്ട്രാ ഇട്ടേക്കാം. ഫാർമയിൽ എക്സ്ട്രാ ഒന്നും വലിയ പ്രശ്നമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കൺസ്യൂമർ ഫേസിംഗ് പെർസൺ. നമ്മുടെ ഡിസിഷൻ മേക്കർ ഒരു ഡോക്ടർ ആണല്ലോ. അതിന്റെ അകത്ത് ഹീൽ എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ പക്ഷെ ഇത് എന്താണെന്നറിയില്ല, നമ്മൾ സ്മാർട്ട് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളത് ഓടിയില്ല അധികം. ഇത് വർക്ക്ഔട്ട് ആയില്ല. നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ആളെ വെക്കുന്നു, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് എന്തൊന്നും വർക്കാവുന്നില്ല. there are 100 reasons. ഒന്നും നമ്മൾ ഫീൽഡിൽ പോകുന്നില്ല, ടീമാണ്, എന്തോ ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് വർക്ക്, നടന്നില്ല. അപ്പൊ ഇത് 2020 ആയപ്പോൾ 5-6 വർഷമായപ്പോഴത്തേക്ക് നമ്മൾ നിർത്താൻ തീരുമാനിച്ച മെയിൽ അയച്ചിട്ടിരിക്കുക. ടീമിനോട് പറഞ്ഞു മിക്കവാറും നിർത്തേണ്ടി വരും, we'll have to figure out something. ടാബ്ലറ്റ്സ്, പാരസെറ്റമോൾ സിറപ്പ്, ചുമക്കുള്ള കോഫ് സിറപ്സ്, കോഫ് ഹീൽ. വൈഫ് എപ്പോഴും കളിയാക്കും കോഫ് ക്യൂർ എന്നൊക്കെ എന്റെ ബ്രാൻഡ് നെയിം. കോഫ് ക്യൂർ, ഫെവോ ഹീൽ, ഫീവറിനുള്ളത് ഭയങ്കര അടിപൊളിയായിരുന്നാണ് ഭാര്യ പറയുന്നത്. എന്തായാലും നല്ല നല്ല പേരുകൾ ഇട്ടിട്ട് ആഡ് ക്ലാബ്, അമോക്സി, അങ്ങനെ എല്ലാം എന്തോട്ടെ. അപ്പം അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നിർത്താൻ വേണ്ടി ഇരുന്ന സമയത്ത് ആണ് ഈ കോവിഡ് വരുന്നത്. നമ്മൾ ഫാർമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണല്ലോ. അപ്പം നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് ഞാൻ തുടങ്ങിയിരുന്നു കളമശ്ശേരി മെട്രോ സ്റ്റേഷന്റെ അടിയിൽ. MG മെഡിക്കൽ സപ്ലൈ ഉണ്ട്. MG ഉണ്ട്, അതിന്റെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്, നന്നായി പോകുന്നുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിന്റെ ഇടയിൽ തുടങ്ങിയിരുന്നു. സേവനമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിരുന്നു. പിന്നെ ഞങ്ങൾ കോംപ്രമൈസ് ആയി. ഇവിടെ കളമശ്ശേരിയിൽ മെട്രോ സ്റ്റേഷന്റെ അടിയിൽ ഒരു MG ലൈഫ് എന്ന് പറഞ്ഞ് ഫാർമ പ്ലസ് FMCG എന്നുള്ള രീതിയിൽ ഒരു കട തുടങ്ങിയിരുന്നു. അപ്പൊ ഈ കോവിഡ് വരുന്നതിന്റെ 2 മാസം മുമ്പ് അവിടെ ഞാൻ 3M എന്ന് പറഞ്ഞ കമ്പനിയുടെ കമ്പനി മാനേജറിനെ കണ്ടു. അപ്പൊ ഞങ്ങളോട് 3M സാനിറ്റൈസർ ചെയ്യാൻ പറഞ്ഞു കോവിഡ് വരുന്നതിന് മുമ്പ്. അപ്പം ഇറ്റ് ജസ്റ്റ് പ്രോഡക്റ്റ് ഫോർ ഹോസ്പിറ്റലിൽ വെക്കാൻ വേണ്ടിയല്ല. നമ്മൾ അങ്ങനെ വലിയ സെയിൽ വെച്ചപ്പോൾ ഭയങ്കര സെയിൽ. അപ്പൊ 3M മാസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആള് എന്റെ റോട്ടറി ഫ്രണ്ടും, 3M ഈ സാനിറ്റൈസർ വെക്കുന്ന ആൾ ഇങ്ങനെ ഒരു കണക്ഷനിൽ നമുക്ക് നല്ല റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് കുറെ സ്റ്റോക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ട്രെൻഡ് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഹീലിൽ എന്തായാലും ഫാർമ ഓടുന്നില്ലല്ലോ, ഇതിലെ കുറച്ച് പേരൊക്കെ ഞാൻ പല ഫാക്ടറിയിലേക്കും വിട്ടു. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രൊഡക്ഷൻ മുഴുവൻ എടുക്കാൻ തുടങ്ങി. ഇത് ഫെബ്രുവരിയിലെ കാര്യം പറയുന്നത്. ഫെബ്രുവരി മാർച്ച് 23 ആണല്ലോ. പീക്കിലേക്ക് എത്തണേ ഉള്ളൂ. ഒരു പീക്കും ഇല്ല, ബൈയിങ്ങിന്റെ പീക്കിൽ എത്തുന്നുള്ളൂ. അല്ല, ശരിക്കും കോവിഡ് ഒന്നും ആയിട്ടില്ല. ആൾക്കാരുടെ പാരനോയുടെ പീക്കിൽ എത്തുന്ന സമയം. അപ്പൊ നമ്മൾ എല്ലാ ഫാക്ടറിയിലും വിട്ടിട്ട് അവിടുന്ന് സാധനം മേടിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ഗുണം, ഫാക്ടറിയിൽ വിട്ടാൽ നമുക്ക് നേരിട്ട് സാധനം കിട്ടാൻ, ട്രേഡിംഗിൽ കിട്ടുമ്പോൾ സാധനം സമയത്തിന് കിട്ടുന്നില്ല, എല്ലാം ക്ലീൻ വൈപ്ഡ് ഔട്ടാ, ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ട് എല്ലാ ഫാക്ടറിയിലും ആൾക്കാരെന്ന് വെച്ചാൽ പാലുള്ളൂ. അപ്പൊ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അത് നമ്മൾ പൈസ കൊടുത്തോണ്ടിരിക്കുന്നു, കിട്ടുന്നു. ഞങ്ങൾ ആകെ ചെയ്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനത് പറയാറില്ല, എല്ലാവരും ഒരാഴ്ച എടുക്കും ലീഡ് ടൈം സാധനം കിട്ടാൻ. ഇപ്പൊ ഒരു ഫാക്ടറിയിൽ ഒരു ലോഡ് ഓർഡർ ചെയ്താൽ സാധനം എത്താൻ ഒരാഴ്ച. ഇവിടെ എത്തി വിറ്റിട്ടാണ് അടുത്ത ലോട്ട് ഓർഡർ ചെയ്യുക. അപ്പൊ ഒരു മാസം 4 ലോഡല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ എല്ലാ ദിവസവും ലോഡ് ഓർഡർ ചെയ്തു പല ഫാക്ടറിയിൽ നിന്നും. അപ്പൊ എല്ലാ ദിവസവും ലോഡ് വന്നോണ്ടിരുന്നു. അത് റിസ്ക് ആണ്. നമ്മൾ നിർത്തി കഴിഞ്ഞ് 7 ലോഡ് വരും. ഇന്ന് സെയിൽ സഡൻലി ഒരു 0 ആയെന്ന് വെച്ചാൽ 7 ലോഡ് നമ്മുടെ പെട്ടുപോയാണ്. പക്ഷെ നമ്മളത് ചെയ്തു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വോളിയം ചെയ്ത് നല്ല പ്രോഫിറ്റും ചെയ്യാൻ തുടങ്ങി. നമ്മൾ മാർക്കറ്റ് പ്രൈസിന് വിൽക്കുന്നുള്ളൂ. പക്ഷെ മാർക്കറ്റ് പ്രൈസിൽ വിറ്റാൽ തന്നെ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ടും അതും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിറ്റു. എന്നിട്ടാണ് 2020 മാർച്ച് 23 എന്താണ് മോദിജി ലോക്ക്ഡൌൺ സൺഡേ ടെസ്റ്റ് ചെയ്യുന്നത്. 23 ഏതൊരു ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരം ലോക്ക്ഡൌൺ ആയല്ലോ. അപ്പോഴും എന്റെ 7-10 ട്രക്ക് 15 ട്രക്ക് വന്നോണ്ടിരിക്കുക. വീട്ടിലിരിക്കുമ്പോൾ ആരാ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്? അപ്പൊ 10 ട്രക്കോളം നമ്മുടെ വീട്ടിൽ വന്നു, ഓഫീസിൽ വന്നു, സോറി. എന്നിട്ട് അത് വന്നതിന്റെ സമയത്ത് മോദിജി വേറെ കാര്യം കൂടെ ചെയ്തു, പ്രൈസ് കൺട്രോൾ വെച്ചു. അപ്പൊ നമുക്ക് 400 രൂപ കിട്ടിക്കൊണ്ട സാധനം ഇനി തൊട്ട് MRP 250 ആക്കി. ആ ഒറ്റ ഡീലില് നല്ല പൈസ, കുറച്ച് കോടി രൂപ പോയി. പക്ഷെ അത്രയും ട്രക്ക് വരാനുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് ഒരു കോടി രൂപ നമുക്ക് അതിൻ്റെ അകത്ത് പോയി. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും പ്രോഫിറ്റിൽ കുറഞ്ഞു, അത്രേ ഉള്ളൂ. മനസ്സിലായി.
പക്ഷേ അതിനകത്ത് നമ്മളൊരു അഡ്വാൻസ് കൊടുത്തിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഒരു എല്ലാ ദിവസം സാധനം വരുവാണല്ലോ. അപ്പം എല്ലാ ദിവസം സാധനം 10-30 ലക്ഷം 40 ലക്ഷത്തിന്റെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു 50 ലക്ഷം 70 ലക്ഷം അഡ്വാൻസ് കൊടുക്കണമല്ലോ. എങ്ങനെ എന്തോ 2-3 ദിവസത്തെ സ്ട്രോക്കോടെ വിടാതെ 1 കോടിയുടെ മുകളിലൂടെ അഡ്വാൻസ് ഒരു സ്ഥലത്ത് ബദ്ദിയിൽ സ്റ്റക്കായി. 80 ലക്ഷം 1 കോടി. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നമ്പർ. പ്രോഡക്റ്റ് വന്നില്ല. പ്രൈസ് കൺട്രോൾ വന്നപ്പം അവർ പറഞ്ഞ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ല. ഞാനത് ഓർക്കുന്നില്ല എക്സാക്ട്ലി. പ്രോഡക്റ്റ് അവർ തന്നില്ല. അവർ റോ മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നു. പ്ലസ് അവരിപ്പം പുതിയ MRP വെച്ചിട്ടുണ്ടല്ലോ അവർ തരാൻ. നേരത്തെ നമ്മളോട് ചെയ്ത കോൺട്രാക്ടിന്റെ പ്രൈസിനല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ നിൽക്കും. അപ്പൊ എന്ത് ചെയ്തിട്ട് ഇവർ സാധനം തരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ 1 year സീനിയർ ആയിട്ടുള്ള MBA പഠിച്ചിരുന്ന പയ്യൻ, അവനാണ് അവിടുത്തെ ഇൻഡസ്ട്രീസ് IAS സെക്രട്ടറി എന്തോ. അപ്പൊ അവനെ ഞാൻ വിളിച്ച് റോനോട് പറഞ്ഞു. അപ്പൊ ആദ്യം അവൻ ടീമിനെ കൊണ്ടുവന്ന് വിളിപ്പിച്ചു, ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചു. നമ്മൾ ചോദിക്കുന്നതിന് മടിയില്ല, നമ്മൾ എല്ലായിടത്തും ഹെൽപ്പ് ചോദിക്കും. അല്ല, നിങ്ങൾ ശരിക്കും നെറ്റ്വർക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നില്ല നമുക്ക് ക്ലിയറാ. നമ്മൾ ഹെൽപ്പ് ചോദിച്ചിരിക്കും. ഹെൽപ്പ് ചോദിക്കുന്നതിന് ഇപ്പൊ എന്താ, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളൂ. അല്ല എല്ലാ ദിവസം വിളിച്ച് ശല്യം ചെയ്യുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ആളെ 15 വർഷത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചു. അത് അപ്പൊ ആ രണ്ടാമത് ചോദിച്ചപ്പോൾ പുള്ളി വിളിച്ചു എന്തോ പറഞ്ഞു. വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ ആളെ ഇടപെടുത്തിയെന്ന് ചോദിച്ചിട്ട് സാധനം എല്ലാം വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കും പ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിലേ ആവും തോറും പ്രൈസ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഡിമാൻഡ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന പ്രൈസും ഒരാഴ്ച കഴിഞ്ഞ് തരുമ്പോഴത്തേക്ക് ആ പ്രൈസിങ് മാറിയല്ലോ. അതെ, കറക്റ്റ്. ഇപ്പൊ ക്രൂഡ് ഓയിൽ $100 നിൽക്കും, നമ്മൾ മേടിച്ചിട്ട് $80 സപ്ലൈ ചെയ്യുമ്പോൾ 100 വെച്ചിട്ട് അവർ തരാൻ പോകുന്നത്. ഇവന്മാരെ സ്മാർട്ട് ആണല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഇതിൻ്റെ അകത്ത് പിന്നെയും ലോസ് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം പേരിൽ ഇറക്കിക്കൂടാ. അങ്ങനെ ഏപ്രിലാണ് നമ്മൾ ഹീൽ എന്നുള്ള പേരിൽ, ലോക്ക്ഡൌൺ നടക്കുന്ന സമയത്താണ് ഹീൽ എന്നുള്ള പേരിൽ ഇറക്കുന്നത്. ഓക്കെ. അത് പിന്നെ പക്ഷെ അത് നിങ്ങൾ 3M-നല്ലായിരുന്നു കൂടുതലും സപ്ലൈ ചെയ്തിരുന്നത്? 3M കിട്ടുന്ന മുഴുവൻ കൊടുക്കുമായിരുന്നു. അതേപോലെ 7-8 ബ്രാൻഡ് ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത്ര ഡിമാൻഡ് ആയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുമായിരുന്നു തെറപ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ ഒരു ബ്രാൻഡ് ഹൈദരാബാദിൽ നിന്ന് എടുക്കുമായിരുന്നു. ഒരു ബ്രാൻഡ് സൂറത്ത് നിന്ന് എടുക്കുമായിരുന്നു. പിന്നെ ബദ്ദിയിൽ നിന്ന് ഇവരുടെ നിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡ് എടുത്തിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ഒരു ബ്രാൻഡ് മാത്രമല്ല. അപ്പൊ ഹീലിന്റെ പേരിൽ നിങ്ങൾ സാനിറ്റൈസർ ഇറക്കി. എന്തായാലും നമ്മൾ ഇറക്കുമ്പോൾ നമുക്കുള്ള പേരില്ല. അന്നും ആരെങ്കിലും കോവിഡ് ആ 3 മാസം 4 മാസം നിൽക്കൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ. അത് കേരള ഗവൺമെന്റ് 1 വർഷത്തേക്ക് മാസ്ക് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തേ 1 വർഷം പറയുന്നത്, 2 മാസത്തെ കാര്യത്തിന് വേണ്ടി മാറ്റിവരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാതെ ഈ കോവിഡ് ഒരു ലോങ് ടേം ഫിനോമിന ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു 2-3 മാസത്തേക്ക് ചെയ്യാൻ വേണ്ടി heal.com എന്ന് പേരിട്ട്, അല്ല ഹീൽ സാനിറ്റൈസർ എന്ന് പേരിട്ട്, നമ്മുടെ ഉള്ള പേരായതുകൊണ്ട് അത് ഇട്ടിട്ട് സാനിറ്റൈസർ ലോഞ്ച് ചെയ്തു. നമ്മൾ അപ്പൊ എന്താ പറ്റിയ കൺസ്യൂമേഴ്സ് മുഴുവൻ സാനിറ്റൈസർ മേടിച്ചുകൊണ്ടിരുന്നത് ഫാർമ ചാനലിൽ നിന്നായിരുന്നു. നമുക്ക് അതിനകത്ത് നല്ലൊരു ഡിസ്ട്രിബ്യൂഷനും റീഡിസ്ട്രിബ്യൂഷനും ഉള്ളതുകൊണ്ട് പല രീതിയിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റി. അത് നമ്മളെ പ്രൈസ് ഭയങ്കര എക്കണോമിക്കലായിട്ട് വെച്ചു. കറക്റ്റ്. നിങ്ങൾക്ക് എല്ലാ ചാനലിലൂടെയും വിടാൻ പറ്റി. എല്ലാ ചാനലിലും വിടാൻ പറ്റി. പ്രൈമറിലി ഫാർമയിലാണ് പോയ, പക്ഷെ ആ ഫാർമയിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്ത് പലയിടത്തേക്കും പോയി. അപ്പോൾ ഒരു 3, 4, 5 ലക്ഷം ബോട്ടിൽ വിറ്റ മാസങ്ങളുണ്ട് സാനിറ്റൈസർ. എനിക്ക് 1 ലക്ഷം 5 ലിറ്ററിന്റെ ഒക്കെ 24,000 ക്യാൻ വിറ്റ മാസമുണ്ട്. എന്ന് വെച്ചാൽ 120 ടൺ കിലോ ലിറ്റർ, നോട്ട് ടൺസ്, 120 കിലോ ലിറ്റർ ഒരു മാസം വിറ്റിട്ടുണ്ട്. ഒരു ഒറ്റ SKU മാത്രം 5 ലിറ്ററിന്റെ. അത് സെപ്റ്റംബർ ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ അത് വിറ്റപ്പോൾ നമ്മൾ വിചാരിച്ചു മാസ്കും ചെയ്യാം. അപ്പോൾ മാസ്ക് നമ്മൾ ചെയ്തു തുടങ്ങി. മോഹിനി എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി പോലെ എടുത്തിട്ട് നമ്മൾ ചെയ്തു. അതും നമുക്ക് ഓൺ ബ്രാൻഡിലും ചെയ്തായിരുന്നു ഹീല്. അതും നമ്മളൊരു 1-2 crores പെർ മന്ത് ആ സെയിലും അതിന്റെ എത്തിയായിരുന്നു. മന്ത്ലി ഒരു പീക്ക് 5 crores വരെ നമ്മൾ ഈ സാനിറ്റൈസർ പ്ലസ് മാസ്ക് പോയിട്ടുണ്ട് സെയിൽ. അപ്പൊ ഈ ഉണ്ടാക്കുന്നതിൻ്റെ അകത്തുള്ള ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബ്രാൻഡിങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ ഹീലിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് പല ബോർഡുകളും നിങ്ങൾ എടുത്തിരുന്നു. നമുക്ക് അത്രയും വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മള് അതിൻ്റെ അകത്ത് പോയി കിട്ടിയില്ല. അതിൻ്റെ അത് പൈസ പോയില്ല. നന്നായി വർക്കൗട്ടായി. പക്ഷെ ഞാൻ പറഞ്ഞത് വിവരം ഉള്ളവരാണെങ്കിൽ അത് ചെയ്യത്തില്ല. ഈ പഠിച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചെയ്യില്ല. നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ MBA പഠിച്ച സമയത്ത് ഇതൊക്കെ വേസ്റ്റ് കോഴ്സ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. മാർക്കറ്റിങ്ങും HR ഒക്കെ ഒരു ആവശ്യമില്ലാത്തതാണ്. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഈ 100 ചില്ലാനം ബോർഡ്, വലിയ ബോർഡ് 0 ഡിഗ്രി ഡേന്ന് അവര് നമ്മളെ കണ്ട് എടുത്തു. അവരാദ്യം തരുന്നില്ലായിരുന്നു. 100 ചില്ലാനം ബോർഡൊക്കെ എടുക്കണമെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് വേണ്ടേ? വേണ്ടിയിരുന്നു. 100 ചില്ലാനം ബോർഡ്, ചെറിയ ബോർഡ് 300 ബോർഡ്, മെട്രോ പില്ലർ എനിക്ക് വന്ന് 100 ബോർഡ്, ഇങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് അന്നാണെങ്കിൽ നമ്മൾ ഭയങ്കര നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആരും ബോർഡ് എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എന്നാലും നല്ലൊരു എമൗണ്ട്, എത്ര രൂപ വന്നു, കോടികളിൽ വന്നിട്ടുണ്ട്, 1-2 കോടി രൂപ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ബോർഡുള്ള സ്ഥലത്ത് 3-4 ബോർഡ് empty ആണ്. നമ്മുടെ ബോർഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് റീസണബിൾ പ്രൈസിനും കിട്ടി. ഭയങ്കര ലോ ആയിട്ടല്ല, നല്ല റീസണബിൾ പ്രൈസിന് കിട്ടി. അപ്പം നമുക്ക് 5-6x ഇമ്പാക്ട് ആയി. 4-1 വരുമ്പോഴത്തേക്കും 4x ഇമ്പാക്ട് ആയി. പ്രൈസും കുറച്ചും കൂടെ കുറവുള്ള സാധനങ്ങൾ ഇച്ചിരി വ്യത്യാസം ഉള്ളതുകൊണ്ട് അപ്പം പെർ മണി സ്പെൻഡ് വി ഗോട്ട് ബെറ്റർ ഇമ്പാക്ട്. അത് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചെയ്യുന്ന മീഡിയയിലും ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അത്രയും വലിയൊരു ബ്രാൻഡ് ആയിരിക്കണം. കുറച്ച് തിയേറ്റർ, കുറച്ച് ഇത്, അങ്ങനെ. അപ്പൊ നമ്മളിപ്പം ഇപ്പോഴൊക്കെ തിയേറ്റർ ചെയ്യുമ്പോൾ 600 സ്ക്രീനും 600 എടുക്കും. 6 മാസം റൺ ചെയ്യും. ഒന്ന് നമുക്ക് വി ക്യാൻ നെഗോഷിയേറ്റ് സ്ലൈറ്റ്ലി ബെറ്റർ റേറ്റ്സ്. മോർ ഇമ്പോർട്ടൻ്റ്ലി കൺസ്യൂമർ റീകോൾ ബെറ്റർ ആണ്. അല്ല കുറച്ച് TV കുറച്ച് ഇത് ചെയ്യുന്ന പറ്റില്ല. തേങ്ങ പോലെ അല്ല.
മൊത്തത്തിൽ അടിക്കണം. അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചാലാണ് ബ്രാൻഡിന്റെ റീകോൾ വരുള്ളൂ എന്നാണ് ഞങ്ങളുടെ തിയറി. ഇതുവരെ പഠിച്ചത് ഞങ്ങളുടെ തിയറി. തെറ്റോ ശരിയോ വേറെ. ഇപ്പൊ യൂണിലിവറിലെ വലിയ വലിയ കമ്പനിയോട് ചോദിച്ചാൽ അവർ വേറെ പറയും. വെച്ചാൽ അവർക്ക് അങ്ങനെയല്ല സ്പ്ലിറ്റ് അത്രയും ബജറ്റ് ഉണ്ടല്ലോ. നമ്മളെ പോലെ ബജറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത്രയും രൂപയുള്ളൂ, ഒരു വർഷം 2, 3, 4 കോടി ഉള്ളെങ്കിൽ അത് വെച്ച് ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. നമ്മൾ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ പേപ്പർ ചെയ്യും. കറക്റ്റ്. അപ്പോൾ അന്ന് അത് ചെയ്തു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്പോൺസർ ചെയ്തു. അന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഡിയൻസ് ഇല്ല. അന്ന് ഞാനൊക്കെ വിചാരിക്കും ഇത് ഏതാടാ ഈ ബ്രാൻഡ്, ഭയങ്കര പൊട്ടിക്കലാണല്ലോ. ഞങ്ങൾ അങ്ങനെ കുറച്ച് പൊട്ടിച്ചു. ആ സമയത്ത് ഉണ്ടാക്കിയ കാശൊക്കെ അഡ്വർടൈസ്മെന്റിൽ പൊട്ടിച്ചു. പക്ഷെ അതെനിക്ക് തോന്നുന്നു നല്ല ഒരു പേരുണ്ട്. ഡെഫിനറ്റ്ലി പേര് ഹീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു പേരുണ്ട്. ഇപ്പോഴും എപ്പോഴെങ്കിലും ഒരു ഇതേ ഉപയോഗിച്ച് ആൾക്കാർ അറിയുന്നുണ്ട് ബ്രാൻഡ്. പക്ഷെ എനി ടൈം ദർ ഇസ് പ്രോബബ്ലി എ നീഡ് ഫോർ എനി പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ലൈക്ക് മാസ്കോ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ എപ്പോഴും റിക്വയർമെന്റ് വരുമ്പോൾ ഹീലിന് നല്ലൊരു ഓഫ് ടേക്ക് ഇപ്പോഴും ഉണ്ടോ, ആ കണക്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ വേറെ പ്രൊഡക്ട്സിലേക്ക് അത് അത്രയും വിചാരിച്ച അത്രയും സോപ്സ് കുറച്ച് വിൽക്കുന്നതിന് ഹാൻഡ് വാഷ് വിൽക്കുന്നുണ്ടെങ്കിൽ മേജർ കണക്ഷൻ ആ ബ്രാൻഡിന്റെ പവറിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കണക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് സെയിൽ ഉണ്ട്, പക്ഷേ ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷേ ബിക്കോസ് ഓഫ് ദ സാനിറ്റൈസർ ഡൂയിങ് സോ വെൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു കാലത്ത് കുറെ SKUs ഞാൻ എന്താണെന്ന് വെച്ചാൽ അതും ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഞങ്ങള് ഈ സെക്കൻഡ് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് ഈ റീബ്രാൻഡിങ് വന്നിരുന്നു. അപ്പൊ ഞാൻ ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരത്തിയായിട്ടാണ് ചെയ്തത്. അത് എന്റെ നേരത്തെ പറഞ്ഞ വിനയ് എന്ന് പറഞ്ഞ ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്ന അവൾ ഓലയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഒരു ടീമിനെ കൊണ്ടുവന്നു. ടീമിനെ ഫുൾ റീബ്രാൻഡ് ചെയ്തു. ലോഞ്ച് ചെയ്യാനിരുന്ന സമയത്താണ് പിന്നെയും കോവിഡ് വന്നിട്ട് ഓഫ്ലൈനിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത സമയമായി. നമ്മൾ ഓൺലൈനിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെയിൽ പ്രൊഡക്ട്സ് കൊണ്ടുവന്നത്. കുറെ നീഷ് പ്രൊഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഈ ഓൺലൈനിൽ വിൽക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഓൺലൈനിൽ നല്ല സെയിൽ വന്നു തുടങ്ങി. 400-500 ഓർഡറൊക്കെ ഡെയിലി ആയി തുടങ്ങി. പക്ഷെ പ്രോബ്ലം പറഞ്ഞാൽ 50 രൂപ 100 രൂപയല്ലേ പ്രൊഡക്റ്റിനുള്ളൂ. അപ്പോൾ ഒരാൾ ആവറേജ് 3 SKU ഒക്കെ അല്ലേ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് അല്ലേ മേടിക്കുള്ളൂ. അപ്പോൾ AOV 250-300 rupees ആയിട്ട് കുറഞ്ഞു. 250 ഇത് പ്രോഫിറ്റബിൾ ആവുമോ? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. അപ്പം നമ്മൾ 35-40 ലക്ഷം രൂപ സെയിൽ എത്തിയെങ്കിലും 10-25 ലക്ഷം രൂപയുടെ ആഡ് സ്പെൻഡും പ്ലസ് എല്ലാം കൂടെ നോക്കുമ്പോൾ -20-25 lakhs പോകുന്നത്. അപ്പൊ നമുക്ക് നഷ്ടമാകുമ്പോൾ നമുക്ക് ഓടത്തില്ലല്ലോ. നമ്മളെ പോലത്തെ ഒരു കമ്പനിക്ക് അത് ഒന്നും ഓടത്തില്ല, ഫ്യൂച്ചർ ഇല്ല. ആൾക്കാർ അപ്പൊ ഈ വിനയ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് ഈ AOയിൽ വർക്ക് ആവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതൊന്നും വിശ്വസിക്കില്ല. നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ആണല്ലോ, നമ്മൾ കൊണ്ടുപഠിക്കണമല്ലോ. അപ്പൊ നമ്മളത് കൊണ്ടുപഠിച്ചു, എന്നിട്ടത് നിർത്തി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹീല് കുറെ SKUs ആഡ് ചെയ്തു. എന്നിട്ട് നിങ്ങളെ AOV കുറവായതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. AOV കുറവായതുകൊണ്ട് മനസ്സിലായി ഇത് കാശ് പോണ കളിയാണ്. അടുത്തത് എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ മെയിൻ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി, ലുലുലൊക്കെ. അപ്പോൾ ടെയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ മിനിമം ബാച്ച് സൈസ് ഉണ്ട്. അത്രയും ബാച്ച് സൈസിന് ഇത്രയും ലാർജ് ടെയിലിന് ഓഫ് ടേക്ക് വരില്ല. നമുക്ക് സാധനങ്ങൾ റിട്ടേൺ പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് മനസ്സിലായി. ഓഫ് ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫ് ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ വെച്ചിട്ട് കടക്കാരെടുക്കുന്നത് ഓഫ് ടേക്ക് ആയിട്ട് കരുതില്ല. കടയിൽ നിന്ന് പോകുന്ന സാധനം ഇങ്ങനെ നമ്മൾ പറയുന്നത് പ്രൈമറി സെയിൽ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടറിന് അടിക്കുന്നതിന് പ്രൈമറി, ഡിസ്ട്രിബ്യൂട്ടറിന് കടക്കാർക്ക് അടിക്കുന്ന സെക്കൻഡറി, കടയിൽ നിന്ന് പോകുന്നതിന് ടേർഷറി അറിയാം. ടേർഷറി സെയിൽ ഇല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ ആ ടേർഷറി സെയിൽ ആവശ്യത്തിന് ചിലപ്പോൾ നമ്മൾ ലുലുലു വെച്ച സാധനം വരും. പക്ഷെ അവിടെ ഈ ബനാന പീൽ സോപ്പിന്റെ ചിലപ്പോൾ 5000 പീസ് ഒന്നും പോയിന്ന് വരില്ല. അവിടെ 100-200 വെച്ച് ചിലപ്പോൾ കട 3-4 കടയാണെങ്കിൽ 500 പോയിരിക്കാം മാക്സിമം. പക്ഷെ നമ്മൾ 5000 എണ്ണം അടിക്കുന്നത്. അപ്പൊ അത് ഒരു ക്വാർട്ടറിൽ 500 ഇവിടെ പോയാലും നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മുഴുവൻ തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വേറെ കടകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ, ആൾക്കാർ ചിലപ്പോൾ എടുക്കാൻ റെഡിയാണ്. അതിന് 6 മാസം കഴിഞ്ഞ് മടക്കുമ്പോൾ കുറെ റിട്ടേൺസും വരാൻ തുടങ്ങും ഈ കോർ അല്ലാത്ത പ്രൊഡക്ട്സിന്റെ. അത്രയും ഓഫ് ടേക്ക് എല്ലായിടത്തും വരുന്നില്ലല്ലോ. അതാണ് ഓഫ് ടേക്ക്. ബേസിക്കലി നിങ്ങൾ അവിടെ വെച്ചിട്ട് കസ്റ്റമർ മേടിച്ചോണ്ട് പോകും. പക്ഷെ ഷാനിൽ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഓഫ് ടേക്ക് നടക്കും. അല്ലെങ്കിൽ അത് ഓഫ് ടേക്ക് അല്ല. നമുക്ക് കടയിലൊക്കെ കുറെ അടിച്ചു വെച്ചോണ്ട് സെയിൽ ആവുന്നില്ല. ബുക്സിൽ സെയിലാണ്, പക്ഷെ അത് സെയിൽ അല്ലല്ലോ. അപ്പൊ ആ ഓഫ് ടേക്ക് കുറച്ച് കുറവായിരുന്നു. കുറെ ടെയിൽ പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മുടെ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഇത്രയും ഹൈ ആയതുകൊണ്ട് അതുകൊണ്ട് കുറെ റിട്ടേൺ ഒക്കെ വന്നു. കുറച്ചധികം വന്നു. വാല്യൂ കുറവായിരുന്നു. പക്ഷെ ഇറ്റ് ജസ്റ്റ് കമ്പർസം പ്രോസസ് ആണ്. ഇത് കുറെ കൊടുക്കുന്നു, കുറെ വരുന്നു, റിട്ടേൺ അടിക്കണം, ക്രെഡിറ്റ് നോട്ട് കൊടുക്കണം, വണ്ടി പോകുമ്പോൾ തിരിച്ചെടുക്കണം. അപ്പം അത് ഒരു ഇതായിട്ട് നമുക്ക് തോന്നി. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ഇങ്ങനെ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ കുറച്ച് നാളായിട്ടുള്ള. സ്ക്വാഡ്, ചെക്ക്ഔട്ട്, ഓറോ, ക്ലിക്ക് എന്നുള്ള നല്ല പേരാണ്. ടാറ്റ ക്ലിക്കിനൊക്കെ മുമ്പുള്ള രജിസ്റ്റർഡ് ട്രേഡ് മാർക്സ് എല്ലാം. അപ്പം ആ ബ്രാൻഡ്സ് മുഴുവനായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇറ്റ് ജിജോ എന്ന് പറഞ്ഞ ഒരു ഗുഡ് പ്രൊമോട്ടർ. അപ്പം ഹി വാണ്ടഡ് ടു എക്സിറ്റ് ഫോർ സം റീസൺ. അപ്പം വി ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ ദാറ്റ് ബ്രാൻഡ്. അപ്പോൾ അതും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ലോറ എന്ന് പറഞ്ഞൊരു സോപ്പ് മേടിച്ചു. ലോറ ഈസ് എ ബജറ്റ് സോപ്പ്. 20 rupees സെഗ്മെന്റിലാണ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് വി ബോട്ട്. ആൻഡ് ഇത് വെച്ചിട്ട് നമ്മൾ ടിഷ്യൂസും ഉണ്ടായിരുന്നു. 7OS പറഞ്ഞ ടിഷ്യൂ വിച്ച് ഇസ് ഓൺഡ് ബൈ 0 Degree പ്രൊമോട്ടേഴ്സ്. അപ്പം അത് നമ്മൾ മാർക്കറ്റിംഗ് എടുത്തു. എന്നിട്ട് വി ദെൻ ലോഞ്ച്ഡ് അവർ ഓൺ ബ്രാൻഡ് ഓൾസോ കോൾഡ് അഡോർ. ആൻഡ് ദാറ്റ് ഇസ്
സോ ദെൻ ഇത്രയും ബ്രാൻഡ്സ് വെച്ചിട്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നോക്കി. മൊത്തത്തിൽ പോയിട്ട് ലുലു അല്ലെങ്കിൽ നെസ്റ്റോ പോലത്തെ ഹൈപ്പർ മാർക്കറ്റ്സിൽ ഒരു പോർട്ട്ഫോളിയോ ഓഫർ ചെയ്യാനായിട്ടും നമുക്ക് ക്രോസ് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ അക്വയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാണല്ലോ, അതിൽ എന്തൊക്കെ സാധനങ്ങൾ പുഷ് ചെയ്യാം അത്രയും നല്ലതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. കറക്റ്റ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലായത് ബ്രാൻഡൊക്കെ കൊള്ളാം, പക്ഷെ ഒരു 10-50 ഈ 450 പ്രൊഡക്റ്റ് നിന്ന് വല്ല 50-60 ഫോക്കസ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടും 2-3 ബ്രാൻഡിൽ ഫോക്കസ് ചെയ്താലാണ് സെയിൽ വരിക. നമ്മൾ ഇത്രയും ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമിനും ഫോക്കസ് ഉണ്ടാവില്ല, നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അത്രയും പ്രൊഡക്ട്സ് വെക്കണം, വെയർ ഹൗസിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, ബില്ലിംഗിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, റീഓർഡറിംഗിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെല്ലാം റോ മെറ്റീരിയൽ നമ്മൾ തന്നെ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ 5-6 റോ മെറ്റീരിയൽ ഉണ്ടാവും, പാക്കിംഗ് മെറ്റീരിയൽ, മാസ്റ്റർ കാർട്ടൺ ബോക്സ്, അതിനകത്ത് ഇൻഗ്രീഡിയൻസ്, അപ്പം കോംപ്ലിക്കേറ്റഡ് ബിസിനസ് ആവും. അപ്പൊ അത് നമ്മുടെ പ്രൊഡക്ട്സ് കുറച്ച് കറക്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ വർക്ക് ആവുമെന്ന് തോന്നിയതുകൊണ്ട് അത് പഠിക്കുന്നത് ഇങ്ങനെയാണല്ലോ. അതെ, അങ്ങനെ പഠിച്ച് എല്ലാം കൊണ്ടു പഠിക്കുക. അങ്ങനെ പഠിച്ചു. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ധൈര്യം കേട്ടോ, ഓരോന്നും ചെയ്യാൻ ആട്ടെ ചാടുക, ബാക്കി പോണ വഴിക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ട്സ് സ്ക്വാഡിൽ നിങ്ങൾ വല്ലാതെ ഫോക്കസ് സൂപ്പർ പവർ ഞാൻ എന്താ അർജുന്റെ മെൻഡറാ സോക്കോന്റെ. അപ്പൊ അർജുൻ പറഞ്ഞു, ഷാനെ നീ ചെയ്യേണ്ട ഒരൊറ്റ സാധനമേ ഉള്ളൂ, യു ഫോക്കസ് ഓൺ വൺ സിംഗിൾ തിങ്. അത് തന്നെ, ഈ സ്ക്വാഡ് എന്നുള്ള സിംഗിൾ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്ത് നമ്മൾ ചെയ്യണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഭയങ്കര ക്ലാരിറ്റി വരും തുടങ്ങി. അപ്പോൾ സ്ക്വാഡ് എടുക്കാൻ കാരണം നമ്മൾ 2-3 പ്രൊഡക്റ്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പം സ്ക്വാഡ് ആയിരുന്നു ഗിവിങ് അസ് മാക്സിമം ആ സെയിൽസ് കൂടാൻ തുടങ്ങിയത്. നമ്മൾ പ്രൈസിങ്ങിലാണ് കളിച്ചത്. എൻ്റെ അതിൽ നമ്മുടെ കയ്യിൽ പവർ കൂടുതലും പ്രൊഡക്റ്റ് നല്ലതും പ്രൈസിങ് കുറച്ചാലാണ് നമുക്കുള്ള പവർ ഉള്ളൂ. അല്ല നമുക്കിപ്പം 1000 രൂപ വെച്ചിട്ട് 800 രൂപയുടെ കോസ്റ്റ് മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ലല്ലോ. അത് വർക്ക് ആവില്ലെന്ന് അറിയത്തില്ല. പ്രൈസ് ആകുമ്പോൾ എന്തായാലും വർക്ക് ചെയ്യും, പ്രൊഡക്റ്റ് എല്ലാം റിപ്പീറ്റ് വരും. അപ്പം ആ പ്രൈസ് വെച്ചിട്ട് സ്ക്വാഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കാറ്റഗറി എക്സ്പ്ലോർ ചെയ്തു. ആ കാറ്റഗറി എനിക്ക് നിങ്ങൾ മാത്രം ആ കാറ്റഗറി അധികം പ്ലേയേഴ്സ് ഇല്ലായിരുന്നല്ലോ തുടക്കത്തിൽ. ശരിക്കും ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, റിൻസ് എന്ന് പറഞ്ഞ പ്ലെയർ ആണ് ശരിക്കും ഇതിന്റെ ഒരു മാർക്കറ്റ് ലീഡർ. പിന്നെ ഡോക്ടർ വാഷിന്റെ സൺ പ്ലസ് എന്നൊരു ബ്രാൻഡ് ഉണ്ട്, അവരായിരുന്നു എൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിത് നല്ലോണം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവരെ സെക്കൻഡ് ബ്രാൻഡ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഇവര് മാത്രമല്ല, ഇപ്പൊ ഏരിയലിന്റെ ഉണ്ട്, ടൈഡ് ഉണ്ട്, അവരൊക്കെ വന്നു. അവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടുത്തെ മാർക്കറ്റിനെ ഒന്ന് കാറ്റഗറീനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നുകൊണ്ട് മറ്റുള്ളവരും ഉണ്ടായിരുന്നവരും എല്ലാവരും ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ഈ പ്രൈസ് പോയിന്റും വെച്ചതോടെ ആ മാർക്കറ്റിന്റെ കാറ്റഗറി എനിക്ക് തോന്നുന്നു MNCസിന് നല്ലോണം ഇമ്പാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ചെയ്താൽ 1000-2000 ടണ്ണൊക്കെ ലിക്വിഡ് വിൽക്കുന്നുണ്ടെങ്കിൽ പൗഡറാണ് ഇപ്പോഴും മെജോറിറ്റി സെയിൽ അക്രോസ് സ്റ്റേറ്റ്. പക്ഷെ അത് പതുക്കെ ലിക്വിഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് പ്രൈസ് ലിക്വിഡും പൗഡറും ഒന്നായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും ലിക്വിഡില്ല താല്പര്യം. അപ്പൊ നമ്മളത് ലിക്വിഡിലേക്ക് ആ കാറ്റഗറീനെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ 1 ലിറ്റർ പൗച്ച് ഇറക്കി, നമ്മളല്ല നമ്മുടെ കോമ്പറ്റീഷനൊക്കെ ഇറക്കി. പക്ഷെ എന്നാലും 5 ലിറ്ററിനാണ് ഈ കാറ്റഗറിയിൽ സെയിൽ കൂടുതൽ വരുന്നത്. എന്താണെന്നറിയില്ല, പ്രൈസ് സെയിം വെച്ച് കഴിഞ്ഞാൽ പോലും 5 ലിറ്ററിന് ഒരു കൺസ്യൂമർ സൈക്കോളജി ആയിരിക്കും, ബിഗർ തിങ് ഷുഡ് ബി ചീപ്പർ, ചീപ്പർ ബിഗർ തിങ് ഷുഡ് ബി പെർ യൂണിറ്റ് ചീപ്പർ എന്നുള്ള ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേത് ആക്ച്വലി ആ കോസ്റ്റ് കമ്പയറബിൾ ആക്കിയാൽ പോലും. അപ്പം നമ്മൾ 1 ലിറ്ററും ചെയ്യുന്നുണ്ട്, 5 ലിറ്ററും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് ഇതുവരെ എനിക്കൊന്ന് വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്. കാരണം MNCs മൊത്തം പിന്നെ ഈ ഒരു സെഗ്മെന്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഷേക്ക് ചെയ്തിട്ടുണ്ടാവും. അവര് ഉണ്ടായിരുന്നു കാണാം, പക്ഷെ ഇത്രയും ഫോക്കസിലും ഇപ്പം പ്രൈസിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയിലും ഇപ്പം ഒരു മേജർ ബ്രാൻഡ് യൂണിലിവറിന്റെ ഒരു ബ്രാൻഡ് എല്ലായിടത്തും ഹോർഡിങ്സ് ഇട്ടിട്ട് റീസണബിൾ പ്രൈസിൽ ഇറക്കി തുടങ്ങി. 800 ml 89 rupees എന്ന് പറഞ്ഞവർ ഇറക്കി തുടങ്ങി. അപ്പം അതൊരു കോമ്പറ്റേറ്റീവ് റിയാക്ഷൻ ആണ്. നമ്മളതിന് ക്രെഡിറ്റ് എടുക്കുമല്ല, പക്ഷെ മാർക്കറ്റ് ഐ തിങ്ക് വിൽ എക്സ്പാൻഡ് അത് കാരണം. ആൻഡ് നമുക്ക് ഇത് വെച്ചിട്ട് ജോഗ്രഫിക്കൽ എക്സ്പാൻഷനും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കോയമ്പത്തൂർ ലുലുവിലും ബാംഗ്ലൂർ ലുലുവിലും ലക്നൗ ലുലുവിലും ഹൈദരാബാദ് ലുലുവിലും ഉണ്ട്. പിന്നെ കോയമ്പത്തൂർ അല്ലാത്തൊരു പഴയ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സിലുണ്ട്. വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ക്വിക്ക് കോമേഴ്സും കൂടെ. അത് കിട്ടിയാൽ നമുക്ക് നാഷണൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഈ ക്വിക്ക് കൊമേഴ്സിന്റെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ചോദിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനും മനസ്സിലാക്കിയൊരു കാര്യം, വി ഷുഡ് ഓൾവേസ് കീപ് ആസ്കിങ്. അതിൽ നിങ്ങൾക്കൊരു ഹൗ ഡു യു മാനേജ് ദാറ്റ്? കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കൂല, ഈഗോ അടിക്കും, അങ്ങനത്തെ നിങ്ങളുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്കെന്ന് വെച്ചാൽ കരയെന്ന് വെച്ചാൽ പാലുള്ളൂ. കരഞ്ഞോണ്ടിരിക്കുന്ന വെച്ചാൽ ആവശ്യത്തിന് ചോദിക്കണം. എപ്പോഴും ചോദിച്ചു ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് ഞാൻ ബുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്, ആൾക്കാർക്ക് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളതാണ്. എല്ലാവർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം എന്നൊരു ഹ്യൂമൻ നേച്ചറാണ്. ചോദിച്ചാൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആരും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്. അപ്പം ഐ തിങ്ക് ആ ചോദിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. എന്നാൽ അവർക്ക് ചെയ്ത അവർക്കൊരു കോസ്റ്റ് ഇല്ലാത്ത കാര്യമായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്.
അതെ, ഇപ്പം നമ്മൾ ചോദിച്ചൊരു 50 ലക്ഷം രൂപ കടം ചോദിച്ചാൽ അത് ചോദിക്കുന്ന ചോദ്യം തന്നെ കറക്റ്റ് അല്ലല്ലോ, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ശരിയാണ്. പക്ഷെ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് അല്ലാത്തൊരു കേസാണെങ്കിൽ അത് കുറച്ച് ഈസിയാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നല്ലോ, എന്താ കുഴപ്പം. ഇന്നലെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റോറിലുള്ള എല്ലാ സ്റ്റാഫിനെയും കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പറയുമ്പം അത് എന്തായാലും എവിടെയെങ്കിലും ഒരു ഇമ്പാക്ട് വരും. നമ്മൾ എവിടെ ചെന്നാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ മോളിൽ കണ്ട് ആ പർച്ചേസ് മാനേജറിനെ മാത്രമല്ല, അല്ലെങ്കിൽ MD മാത്രമല്ല, നമ്മൾ ഫ്ലോറിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒരു നഷ്ടമില്ല. നമ്മൾ ഈഗോ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പിടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ പറയാ ഈഗോ എന്തിന് ഈഗോ? കറക്റ്റ്, എന്തിന് ഈഗോ? പിന്നെ അപ്പോൾ ക്യുക്കമേഴ്സ് നിങ്ങൾ പല സമയത്ത് നിങ്ങൾ ക്യുക്കമേഴ്സിന് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അത് ക്രാക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കണേ. ക്രാക്ക് ചെയ്തു എന്ന് വെച്ചാൽ എവിടെയൊക്കെ എത്തി, ഒന്നുമില്ലായ്മയെന്ന് എവിടെയൊക്കെയോ എത്തി. ഒരു ഒന്ന് ക്വിക്ക് കോമേഴ്സ് ഫാർമയിൽ വരുവാണ്. അപ്പോൾ ക്വിക്ക് കോമേഴ്സ് ഫാർമ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ട്ണർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് അവിടെ ഇച്ചിരി കൂടെ ഒരു വി ഹാവ് എ ബെറ്റർ എന്താ പറയുക, ഒരു ഫുട്ടിംഗ് ടു ഗെറ്റ് പാർട്ട്ണർഷിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിൽ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇത് ഞാൻ ചെയ്തു തരാം, പക്ഷെ ഇത് ചെയ്യുന്നത് എനിക്ക് ഇതിന് ഹെൽപ്പിന് വേണ്ടിയാണ്. എനിക്ക് FMCGയിൽ എൻട്രി വേണം. ഇപ്പൊ ലുലു കോമേഴ്സിൽ നമ്മളുണ്ട്, ലുലു സ്റ്റോറിലുണ്ട്. അപ്പൊ അവിടെ ഓൺലൈനിൽ നല്ല സെയിൽ ഉണ്ട്. അപ്പം ഇപ്പം സെപ്റ്റോയിലും സ്വിഗ്ഗി ഓൺബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. ഹോപ്പ്ഫുള്ളി ഒരു 10 ഇൻസ്റ്റാമാർട്ടിൽ ഹോപ്പ്ഫുള്ളി ഒരു 8-10 പ്രൊഡക്റ്റ് എടുക്കുമായിരിക്കാം. ഇതെല്ലാം നടക്കാതെ നടന്നു പറയാറായിട്ടില്ല. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെപ്റ്റോ നമ്മൾ അവിടെയും ഒരു ഇനീഷ്യൽ കോൺവെർസേഷൻ ആയി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ട്രൈ ചെയ്താൽ കിട്ടാതിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇവരെല്ലാം ഈ 1000-1500 SKU അസോർട്ട്മെന്റിൽ നിന്ന് 10,000-15,000 പോകാൻ പോവാ. ഇവരുടെ ഗെയിം പ്ലാൻ തന്നെ മാറി തുടങ്ങി. അപ്പൊ ആ 10,000-15,000 പോകുമ്പോൾ ഇൻഡിവിജ്വൽ ഡാർക്ക് സ്റ്റോറിൽ ഇപ്പോൾ 1,000-1,500 ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അത് മാറില്ല എന്ന് വെച്ചാൽ അവരുടെ ഇതുണ്ട്. പക്ഷെ അവർ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വെയർ ഹൗസ് എടുത്തിട്ട് 2 hour 1.5 hour ഡെലിവറി ഓപ്ഷൻ കൂടെ കൊടുക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ ഒരു മോഡലിലേക്കാണ് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവർ ബേസിക്കലി ആമസോണിനൊക്കെ ശരിക്കും ഹിറ്റ് ചെയ്യും. ഈ ക്വിക്ക് കോമേഴ്സ് തന്നെ 10 minute segment and a 2 hour segment അല്ലെങ്കിൽ 1.5 hour segment ആവും. Which will have a larger lead time where maybe they will take it to the dark store and the dark store delivers. I don't know മോഡൽ എന്തായിരിക്കും എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ അവര് മൾട്ടി ലെയർഡ് ചെയ്യാൻ പോകും. അപ്പൊ എല്ലാവർക്കും പ്രൊഡക്ട്സ് കയറ്റാൻ പറ്റും. അപ്പൊ ഇ കോമേഴ്സ് അവർക്ക് ഇപ്പം ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്റെ പോലും ഞങ്ങൾക്ക് വന്ന ആ മാനേജറിന്റെ എൻക്വയറി ഇങ്ങനെ വരാൻ കാരണം അവർ സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വിസിബിലിറ്റി കണ്ടിട്ട് അത് ഓർഗാനിക് ആയിട്ട് വന്ന. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്റ്റോറിലൊക്കെ നമുക്ക് 18-20% സ്ക്വാഡിന് കാറ്റഗറി സെയിൽ ഉണ്ട്. ലിക്വിഡ് ഡിറ്റർജന്റ് കാറ്റഗറിയിൽ 18-20% വോളിയം സെയിൽ ഉണ്ട്. പ്രൈസ് നമ്മൾ കുറവായതുകൊണ്ട് ചിലപ്പം വാല്യൂല് ചിലപ്പം കുറവുണ്ടാവും. അപ്പം അതുള്ളത് അവർ വിസിബിൾ ആയതുകൊണ്ട് ഇൻബൗണ്ട്. അപ്പൊ റീജിയണൽ ബ്രാൻഡ്സിനെ അവർ എടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എൻട്രി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ നോക്കണത് വാട്ട് ഡു യു തിങ്ക് നിങ്ങളൊരു ലാർജസ്റ്റ് കാറ്റഗറി ക്യുക്കമേഴ്സ് ആയിട്ട് മാറുമോ ഇൻ കമ്മിങ് ദിസ് മെനി ഇയേഴ്സ്? I think for a brand like us, where GT എന്ന് വെച്ചാൽ ജനറൽ ട്രേഡ്, കിരാണ സ്റ്റോറും സൂപ്പർ മാർക്കറ്റ്സും ചെറിയ സൂപ്പർ മാർക്കറ്റ്സും നമുക്കത് ക്രാക്ക് ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും ബാക്കി റീജിയൻസിൽ നമ്മൾ പോയി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആ ലെവലിൽ ഡെപ്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്വിക്ക് കോമേഴ്സ് ഇഫ് ദേ ഗിവ് us an opportunity will be our biggest category in 2-3 years along with modern trade, because all the modern stores like Lulu and Nesto are also expanding. And as they expand, because we have good relationship and good offtake in these stores, നമുക്ക് അവിടെ നിന്നും സെയിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മോഡേൺ ട്രേഡും ക്വിക്ക് കോമേഴ്സ് ആയിരിക്കും നമുക്ക് ഹയസ്റ്റ്. പക്ഷെ ക്വിക്ക് കോമേഴ്സിന്റെ ഗ്രോത്ത് കണ്ടിട്ട് ക്വിക്ക് കോമേഴ്സ് ക്യാൻ വെരി വെൽ നമ്മുടെ ടോപ്പ് കാറ്റഗറി ആവാൻ നല്ല സ്കോപ്പ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ 10 ലക്ഷം വെച്ചിട്ട് അല്ലെങ്കിൽ മാസം ഗ്രോത്ത് വരുന്നത് അവന്റെ ബ്രാൻഡിന് ഒറ്റ പ്ലാറ്റ്ഫോമിൽ 10% month on month ഗ്രോത്ത്. 1 crore ശരിക്കും നമ്മളൊരു പിന്നെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും 20% ഒക്കെ ഇയർലി കാണാറുള്ള ഒരു കമ്പനി. ന്യൂ ഏജ് സ്മോൾ ബേസിൽ 30-40-50 ഒക്കെ വരാം താൽക്കാലികം. പക്ഷെ 10% month on month എന്ന് പറഞ്ഞാൽ സ്കെയറി ഗ്രോത്ത്, ഹ്യൂജ്. എന്നിട്ട് ആൻഡ് ദേ ആർ എക്സിക്യൂട്ടിങ് ഇറ്റ് റൈറ്റ്. ഇത് ക്വിക്ക് കോമേഴ്സ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. ഇതിനകത്ത് ചില പ്ലേസ് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ കാറ്റഗറി ഇനി ഗ്രോ ചെയ്യാൻ പോകും. ഇത് ഇന്ത്യ വേറെ എങ്ങും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ത്യയിൽ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ച സത്യം പറഞ്ഞ. പക്ഷെ എനിക്കിപ്പം കണ്ടിട്ട് എനിക്ക് കൺവിക്ഷൻ ആയത് വർക്ക് ചെയ്യും. കാരണം എനിക്കൊന്ന് പീപ്പിൾ ആർ ഗോയിങ് വിത്ത് കൺവീനിയൻസ്. ഇപ്പൊ ഞാൻ തന്നെ ഇൻസ്റ്റാമാർട്ടിന് എത്ര പ്രാവശ്യം ഡെയിലി 2-3 പ്രാവശ്യമൊക്കെ ഇൻസ്റ്റാമാർട്ടിന് ഓർഡർ ചെയ്യുന്ന സമയങ്ങളുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാശ് കുറയ്ക്കണം ആസ് എ കസ്റ്റമർ. ഇൻസ്റ്റാമാർട്ട് കുറച്ച് കോസ്റ്റ്ലിയാ, 20-30% കോസ്റ്റ്ലിയാണ്. അത് കറക്റ്റ് ആണെങ്കിലും അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് വെച്ചാൽ എന്റെ വൈഫ് ഇപ്പം ഇൻസ്റ്റാമാർട്ടിലാണ് മേടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് കുറെ ഇമ്പൾസ് ബൈസ് വരും. സോ യുവർ ബാസ്കറ്റ് സൈസ് ആക്ച്വലി കുറയുവാണ്.
ലേറ്റർ ഓൺ ഇറ്റ് മൈറ്റ് ഇൻക്രീസ് ബിക്കോസ് ഇമ്പൾസ് ഉള്ളതുകൊണ്ട് എന്തും മേടിക്കാം. അപ്പം ഐ ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ ബാലൻസ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു വിസിറ്റിൽ 4000-5000 രൂപ മേടിക്കും, അല്ലെങ്കിൽ 3000 രൂപ എത്ര മേടിക്കുന്നു വെച്ചാൽ നമ്മൾ ഇതിൽ മേടിക്കുന്ന നമ്മുടെ ലിസ്റ്റ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ കറക്റ്റ് ആദ്യമൊക്കെ. പിന്നീട് ചിലപ്പം ബ്രൗസ് ചെയ്ത് മേടിച്ചു തുടങ്ങുമായിരിക്കും അവർ ആ കാറ്റഗറി. കുറവായിരിക്കും മേടിക്കുന്ന കുറവായിരിക്കും. അവിടെ പോയി നമ്മൾ ഇമ്പൾസിൽ കുറെ മേടിക്കും. സോ എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സിനൊക്കെ they will survive, everyone will survive, even Kirana will survive. പക്ഷെ എല്ലാവരും എന്തെങ്കിലും റീഇൻവെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ടയർ 3 ഇതിൽ വലിയ ഇമ്പാക്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ക്വിക്കോം വിൽ കം ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ബിക്കോസ് ഡെലിവറി 2 to 5 കിലോമീറ്റർ റേഡിയസിൽ നിന്നാലേ അത് വർക്ക് ആവുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ 10,000 സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ 1 to 2 hours ഡെലിവറി എടുക്കുകയാണെങ്കിൽ again it will go to ആ സിറ്റിയിൽ മാത്രമല്ലോ പുറത്തേക്കും പോകൂലേ. സോ only the paranoid survive എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലും ഇപ്പം വരുവാണെങ്കിൽ അതൊരു അവരുടെ ലീസ്റ്റ് ഫോക്കസ് ഏരിയ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നിലമ്പൂർ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നീലേശ്വരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ, നിലമ്പൂരല്ല നീലേശ്വരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് കൊടുക്കാനായിട്ട് ഒക്കല്ലോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലൊക്കെ അവരുടെ ലോവർ പ്രയോറിറ്റി ആയിരിക്കും ഞാൻ ഉദ്ദേശം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു മാസീവ് ഇമ്പാക്ട് എനിക്ക് മനസ്സിലായത്, മൈ ആണ്ട് ഷീ ഈസ് 45+ years. കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു മിക്സി വേണോ, ഇൻസ്റ്റാമാർട്ടിൽ ഉണ്ടോ നോക്കിയാൽ, നിങ്ങൾ ഇൻസ്റ്റാമാർട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ സ്ഥിരം. അപ്പോൾ ഞാൻ നോക്കിയ മിക്സി ഒരു 2000 രൂപൻ്റെ അപ്പം തന്നെ വാങ്ങിച്ചു, 10 മിനിറ്റിനോട് സാധനം എത്തി. സോ ഷീ ഈസ് 45+ ആൻഡ് ഷീ ഈസ് യൂസിങ് ഇൻസ്റ്റാമാർട്ട് ടു ബൈ എ മിക്സി. അതാ പറഞ്ഞു. സോ ദാറ്റ് കാറ്റഗറി ഈസ് ഗോയിങ് ടു ഇമ്പാക്ട് പ്രോബ്ലി ഇ-കോമേഴ്സ് ഓൾസോ. ആമസോൺ ഡിഡ് വേൾഡ് ചേഞ്ചിങ് തിങ് ബൈ സെയിം ഡേ ഡെലിവറി ഒക്കെ ലോകത്ത് പലയിടത്തും. കറക്റ്റ്. അതിപ്പം ഈ 10 minutes ആമസോണിന്റെ പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര ഗെയിം ചേഞ്ചറാണ്. അതിൽ ചില പ്ലേയേഴ്സ് ഇപ്പം ഇതിനകത്ത് 10 minutes എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 2-3 പേർക്ക് അതിന്റെ 10 minute DNA ഉള്ളൂ. സെപ്റ്റോ ഡെഫിനറ്റ്ലി ഹാസ് എ DNA. സ്വിഗ്ഗിയും ബ്ലിങ്കിറ്റിനും ഉണ്ടാവാം. ബാക്കിയുള്ളവരെ എനിക്ക് അറിയില്ല. ആ DNA കൂടെ വേണം. വളരെ ലാർജ് പ്ലെയർ ആയിട്ടും ഇതിൽ വന്നിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവണമെന്നില്ല. അതേപോലെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ സെപ്റ്റോക്കാരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് 6 SKUs അവർക്ക് FMCG പിക്ക് ചെയ്യാൻ 50 സെക്കൻഡ് എടുക്കുന്നത്. അത്രയും അങ്ങോട്ട് പോയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. പിക്ക് ചെയ്യാൻ ടൈം 48 seconds to 50 seconds ആണ് 6 SKUs. മെഡിസിൻ ആണെങ്കിൽ ഒരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുക 80 seconds ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ മെഡിസിൻസ് പിക്ക് ചെയ്യാൻ ഇവർ ഫാർമസിസ്റ്റിനെ ഡിപ്ലോയ് ഡോക്ടേഴ്സും ഫാർമസിസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഫണ്ടഡ് കമ്പനി ആകുമ്പോൾ അവർക്ക് അത് ചെയ്യാനും പറ്റും. കറക്റ്റ്. പക്ഷെ അതുകൂടെ അവർ എല്ലാ 2 hours സ്റ്റോക്ക് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ആ സിസ്റ്റത്തിൽ ഫുൾ 2 hours സ്റ്റോക്ക് ഓഡിറ്റ് എന്നൊക്കെ അവർ പറഞ്ഞ് 2 ആവാം 1 day ആവാം, എന്തായാലും ഐ എം സെയിങ് പ്രോസസ്സസ് ഉണ്ട്, വെറുതെ ചെയ്യുന്നതല്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ വേൾഡിൽ വാട്ട് will define on how you improve your business? ഞാൻ മനസ്സിലാക്കി ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ, അല്ലേ? അതാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഞാൻ പറയാം. ആള് വർക്ക് ചെയ്യുന്നത് ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനി, ഇന്ത്യയിൽ തന്നെ ടോപ്പ് 2-3 കൺസ്ട്രക്ഷൻ കമ്പനീസിലെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റ് റെസിഡൻഷ്യൽ. അതിൻ്റെ MDക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിങ് അവനൊരു റീജിയൻ ഉണ്ട്. എൻ്റെ കൂടെ IIM പഠിച്ചാണ്. അവൻ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഡിസിഷൻ കിട്ടും. കറക്റ്റോ അല്ലെന്ന് വേറെ, ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ എന്തായാലും നമ്മൾ സംസാരിച്ച് തന്നു കഴിഞ്ഞാൽ വേറെ എവിടെയൊക്കെ പുള്ളി വർക്ക് ചെയ്തപ്പോൾ ഒരു ഡിസിഷനും ഇല്ല, ഇങ്ങനെ നിൽക്കും. ഇതാകുമ്പോൾ ഡിസിഷൻ ആകുമ്പോൾ യെസ് ഓർ നോ, അല്ലെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണം, എന്തെങ്കിലും ഡിസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ റോങ്. എന്തെങ്കിലും ഡിസിഷൻ എടുത്താലല്ലേ റോങ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല. ലിംബോയിൽ കിടന്നിട്ട് കാര്യമില്ല. അത് എന്താ പറയുക, അതൊരു ഫുൾ ഓർഗനൈസേഷൻ ലെവലിൽ വരണമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഡിസിഷൻ മേക്കിംഗ് സ്പീഡും ആ എബിലിറ്റി ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ദെൻ കണ്ടിന്യൂ ഇവോൾവിങ് അറൌണ്ട് ദാറ്റ് ആൻഡ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക് വിച്ച് ഇസ് ഫേറ്റൽ ടു യു. അല്ല, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ചത്തുപോയിട്ട് കാര്യമില്ലല്ലോ. ചാവാൻ പാടില്ല. എന്ത് ഡിസിഷൻ എടുക്കണം, ജയിലിലും പോരുത്. യു പ്രിഫർ നോട്ട് ടു. പക്ഷെ കുറച്ച് വെയിറ്റ് പറഞ്ഞേനെ. പക്ഷേ ഐ തിങ്ക് അതേ ഉള്ളൂ. ഐ തിങ്ക് മേക്കിംഗ് ക്വിക്ക് ഡിസിഷൻസ്. എന്നിട്ട് തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റായി ചെയ്യാതിരിക്കുന്നതാണ് തെറ്റുന്നതിനേക്കാളും പ്രശ്നം എനിക്ക് തോന്നുന്നു. കറക്റ്റ്. കാരണം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാവും, ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ടു സർവൈവ്. വെറുതെ സർവൈവ് ചെയ്യാനല്ലോ നമ്മൾ ചെയ്യുന്നത്, ത്രൈവ് ചെയ്യാനാണല്ലോ. ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സർവൈവ് അന്നാലും ചെയ്തേക്കാം. പക്ഷെ സർവൈവ് ചെയ്യുന്നതിൻ്റെ ഇസ് ആസ് ഗുഡ് ആസ് ഡൈയിങ്. ജസ്റ്റ് സർവൈവിങ് ഇസ് ആസ് ഗുഡ് ആസ് ഡൈയിങ് എന്നാണ് എൻ്റെ ഒരു തോട്ട്. റൈറ്റ്. എനിക്കൊന്ന് നമ്മളെ ഏകദേശം ആ ഏരിയ ഫുള്ള് കവർ ചെയ്തു. ഇനി ഒരൊറ്റ ചോദ്യം കൂടി എനിക്കുള്ളത്, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മാഫിയാൻ്റെ അടുത്തുണ്ട്, അത് ചോദിക്കണം. എൻ്റെ ഒരു ചോദ്യം കൂടിയും, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ബിസിനസ് ആണല്ലോ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ 3 top items ദാറ്റ് യു വുഡ് സേ ഈ 3 സാധനങ്ങൾ നോക്കണം ട്രേഡിംഗ് ബിസിനസ് ചെയ്യാമോ? മെഡിസിനിലോ? മെഡിസിൻ ട്രേഡിംഗ് ആണല്ലോ. FMCG കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ട്രേഡിംഗ് ബിസിനസ്സിൽ എന്താണ് ഒരു top 3
ഐറ്റംസ് ഇതാണ് ഏറ്റവും കോർ ആയിട്ടുള്ള സാധനങ്ങൾ. കീപ്പിംഗ് ഇൻവെന്ററി ലോ, ആ കീപ്പിംഗ് റിസീവബിൾസ് ലോ ആൻഡ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ്. ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ഈ ആദ്യത്തെ രണ്ടെണ്ണം ചെയ്താൽ തന്നെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവും. റിസീവബിൾസ് കുറച്ച് വെക്കുക, ഇൻവെന്ററി കുറച്ച് വെക്കുക, ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. ചെക്ക് മടങ്ങും. ക്യാഷ് നെഗറ്റീവ് എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ നെഗറ്റീവിൽ മടങ്ങില്ല, പക്ഷെ ക്യാഷ് ഇൻ ദ ബാങ്ക് ഷുഡ് സർവീസ്. പ്രോഫിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് താൽക്കാലിക എന്തെങ്കിലും കാരണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാങ്കിൽ പൈസ ഉണ്ടായിരിക്കരുത്. കറക്റ്റ്, അല്ലെങ്കിൽ യു വിൽ ബി ഡെഡ്. നമുക്ക് ആക്ച്വലി വാട്സാപ്പ് കമ്മ്യൂണിറ്റി നിങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഈ ക്യുക്കമേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ക്യുക്കമേഴ്സ് നിങ്ങളുടെ ഡെഫിനേഷൻ? ഇ കോമേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്നതാണല്ലോ, ആമസോണും എല്ലാം. അപ്പോൾ അവരൊക്കെ നെക്സ്റ്റ് ഡേ 2 ദിവസം ഡെലിവറി, 1 ദിവസം ഡെലിവറി. ഇപ്പൊ പുതിയൊരു കാറ്റഗറി വന്നിരിക്കുന്നത് 10 മിനിറ്റ് 20 മിനിറ്റിൽ സാധനം തരുക. അതിനാണ് ഈ ക്വിക്ക് കോമേഴ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഫുഡും ക്വിക്ക് കോമേഴ്സ് എന്ന് പറയായിരുന്നു. 40 മിനിറ്റ് 30 മിനിറ്റ് നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്. ഓൺ ഡിമാൻഡ് സാധനം തരുന്നതിനാണ് ക്വിക്ക് കോമേഴ്സ് പറയുന്നത്. അപ്പൊ ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാവരും പേര് നടക്കത്തൊന്നുമില്ല, ഈ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്. അപ്പൊ ഞാൻ ഈ സെപ്റ്റോ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ശരിക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ചെന്നൈയിൽ ഇവർ ലോഞ്ച് ചെയ്ത സമയത്ത് 5 രൂപയുടെ ഓർബിറ്റ് മേടിക്കും. അപ്പൊ ഡെലിവറി ചാർജ് ഇല്ല, അപ്പൊ 5 രൂപയ്ക്ക് ഇവർ കൊണ്ടുവന്ന് തരും. ഞാനൊരു 5-6 പ്രാവശ്യം മേടിച്ചു, ഒരു 3-4 ദിവസം കൊണ്ട്, വെറുതെ ഇത് നോക്കാൻ വേണ്ടി. അപ്പൊ ഇത് ശരിക്കും ഒരു ഡെലിവറി എന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഓടത്തില്ല, ഇത് എങ്ങനെ വർക്കാവും, എങ്ങനെ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? ഓർബിറ്റ് കിട്ടും 1 രൂപ കിട്ടും, അല്ലെങ്കിൽ 100 രൂപ സാധനം മേടിച്ചാൽ 15 രൂപ 20 രൂപ കിട്ടും. ഡെലിവറി കോസ്റ്റ് അതിൽ കൂടുതലുണ്ട്. അപ്പൊ വർക്ക് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഐ എം റോങ്, വർക്ക് ആവുന്നുണ്ട്. അപ്പൊ സ്പീഡിൽ ഓൺ ഡിമാൻഡ് കൊടുക്കുന്നതാണ് ഈ ക്വിക്ക് കോമേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ട്രിമ്മർ വരെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ തുണി പോലും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ഗോയിങ് ദർ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ദർ. എനിക്ക് വന്ന് ഡെലിവറി ചാർജ് ഒക്കെ അല്ലാതാവും കുറച്ച് കഴിഞ്ഞാൽ. ഇല്ല, ഗുർഗാവിലൊരു സ്കൂളില് ഹാലോവീന് ഡ്രസ്സ് ഇടുന്നുണ്ടത് 18 പേര് സെയിം ഡ്രസ്സ് ഇട്ടാവുന്നത്. ബ്ലിങ്കിറ്റിലോ ഏതൊരെണ്ണത്തിൽ വിൽക്കുന്ന ഡ്രസ്സായിട്ട് അത് തന്നെ ഇട്ടാവുന്നത്. ഓക്കെ, ഇനി കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആഫ്റ്റർ MBA ഫ്രം IIM എല്ലാവരും ജോബാണ് സെലക്ട് ചെയ്യുക, ബട്ട് ഇൻ യുവർ കേസ് ഇറ്റ് വാസ് ഡിഫറെന്റ്. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. Throughout his career, he was in pharma industry. Any particular reason? നമുക്ക് അറിയാവുന്ന കച്ചവടം ചെയ്താൽ പോരെ, അറിയാത്ത കച്ചവടം എന്തിനാ ചെയ്യുന്നത്? അറിയുന്ന സാധനം ചെയ്യാം. അറിയുന്ന സാധനം അതിനകത്ത് അത്രയും കാറ്റഗറി ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ എക്സസ് പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ പൈസയും കാറ്റഗറി ഗ്രോ ചെയ്യുന്നില്ല. ഇത് രണ്ടും ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാറ്റഗറിയിൽ ഒരു മാർക്കറ്റ് ഷെയർ 5-6% ആയിട്ടുള്ളൂ. കറക്റ്റ്. അപ്പൊ നമ്മൾ എന്തിനു വേറെ ചെയ്യണം? ഇനിയും കിടക്കുകയാണ്. ഫോക്കസ് പറയാം. How is pharma industry evolving over the period of time? How e-commerce is going to change the pharma industry of Kerala? E-commerce അല്ല, അവിടെ e-commerce ചിലപ്പോൾ ഫാർമ ഇൻഡസ്ട്രിയിൽ കുറെ മാറ്റിയേക്കാം. ഒരു 10-20% ഷെയർ അവർക്ക് കൊണ്ടാവും. പക്ഷെ ഫാർമ ഇൻഡസ്ട്രിയിൽ കുറെ ജനൌഷധി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി സ്റ്റോഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള മെഡിസിൻസ് അവിടെയും കിട്ടും. അപ്പൊ കാറ്റഗറി ഈസ് ഗെറ്റിംഗ് കുറെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതുകൂടാതെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം ഭയങ്കര അധികം ഉണ്ടായിരുന്നത് കുറഞ്ഞു വരികയാണ്. കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ലൈക്ക് എല്ലാ ഇൻഡസ്ട്രിയും പോലെ ഇതിലും ഫാർമയിലും കൺസോൾട്ടേഷൻ നടക്കുക. ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ, റീറ്റെയിലിൽ കുറെ കൂടെ ചിലപ്പോൾ ഓർഗനൈസ് റീറ്റെയിൽ ആവാം. ഇപ്പം അങ്ങനെ അപ്പോളോ വരുന്നുണ്ട്, ആസ്ട്രോ ഉണ്ട്, അങ്ങനെ കുറെ ഓർഗനൈസ് റീറ്റെയിൽ ആവാം. പ്ലസ് പ്രധാനമന്ത്രി സ്റ്റോഴ്സ്, ജനൌഷധി സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ ക്വിക്ക് കോമേഴ്സ് വരുമ്പോൾ അവിടെയും കുറെ സെയിൽസ് അങ്ങോട്ടും പോകും. ബൈയിങ് പവർ ഓഫ് അല്ലെങ്കിൽ ബാർഗെയിനിങ് പവർ ഈ ബയേഴ്സിനുള്ളത് കൂടും. നേരത്തെ ചെറിയ ബയേഴ്സ് ആയിരുന്നു, ഇപ്പം കൺസോളിഡേറ്റഡ് ബയേഴ്സ് ആയി തുടങ്ങും. കറക്റ്റ്. GTM സ്ട്രാറ്റജീസ് ഫോർ ഹീൽ, ഇതൊക്കെ ഫുൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ശരിയായി, എന്തൊക്കെ ശരിയായില്ല. ഷെയർ us about his quick failures. ക്വിക്ക് ഫെയിലിയേഴ്സ് പറഞ്ഞ സാധനമൊന്നുമില്ല, ഫെയിലിയർ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? ഇല്ല, എന്നാലും അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് അടച്ച സംഭവങ്ങളുണ്ട്. അതിപ്പം ഈ കളമശ്ശേരിയിലെ കട തുടങ്ങി 6-8 മാസം കൊണ്ട് സെയിൽ ഉണ്ട്, പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ ആ കളമശ്ശേരിയിലെ കട ഈ 24 hour സ്റ്റോർ ആയിരുന്നു. കോവിഡിന്റെ സമയം കൂടെ ആയതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അടച്ചു. ചെന്നൈയിലൊരു സ്റ്റോർ തുടങ്ങി, സെയിലായി തുടങ്ങി. പക്ഷെ വേറെ കുറച്ച് റീസൺസും പ്രോഫിറ്റ് ഇല്ലാന്ന് കണ്ടപ്പം 8-10 മാസം കൊണ്ട് അടച്ചു. അത് വേണമെങ്കിൽ കുറെ കണ്ടിന്യൂ അടയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഫെയിൽ ചെയ്യാം, അല്ലെങ്കിൽ പതുക്കെ ഫെയിൽ ചെയ്യാം. പെട്ടെന്ന് ഫെയിൽ ചെയ്താൽ അത്രയും കാശ് പോകണത് കുറഞ്ഞു കിട്ടും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ കുറെ കഴിഞ്ഞാലായിരിക്കും സക്സസ് ആവുക. അപ്പം ആ ഒരു ഡൈലമ എൻ്റെ അകത്ത് ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമുക്കറിയാം ചില കേസിൽ നമുക്ക് അറിയാതെ നന്നാവില്ല. ഗട്ട് ഫീലിംഗ് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യല്ലേ? പിന്നെ അല്ലെ, ഫുള്ള് നമ്പേഴ്സ് അല്ലല്ലോ. ഇല്ല, നമ്പേഴ്സ് വെറുതെ അല്ലേ. നമ്മൾ എല്ലാവരും നമ്പർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ വാല്യൂ ഇല്ലല്ലോ. കുറെയൊക്കെ ഒരു ഗട്ട് ഫീലും കുറെയൊക്കെ റെഡ്യൂസിങ് റിസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അതെ, കറക്റ്റ്. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫാർമ, വിച്ച് ഇൻഡസ്ട്രി ഹി വുഡ് ഗോ? വേറെ ഇൻഡസ്ട്രി അറിയണ്ടേ? അത് നമുക്ക് അറിയില്ലല്ലോ. എന്തിനായിരുന്നു എക്സ്പോഷർ ഉണ്ടെന്ന് അതിനെ പോകുള്ളായിരുന്നു. FMCG കുറച്ച് നോക്കുന്നുണ്ട്. അപ്പം അത് നന്നായി കയറിയിരുന്ന ഫാർമ വേണ്ടിയിട്ട് അതിലേക്കും പോയിരുന്നു. പക്ഷെ അത്രയും നന്നായിട്ടല്ലല്ലോ കയറുന്നത്, പതുക്കില്ല. അത് ചോദിച്ചപ്പോ പിന്നെ യു ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്സ്, റൈറ്റ്?
In some way, yeah, not too much, but yeah, few startups I've invested in. ഓക്കെ, എങ്ങനെ ആ ഒരു ജേണി എങ്ങനെയുണ്ട്? ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? I'm part of Kerala Angel Network. അവിടെ ഒരു 3 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അതും പേഴ്സണൽ കപ്പാസിറ്റി തന്നെ, പക്ഷെ അങ്ങനെ 5-6 കൂടെ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഗിവിങ് ബാക്ക് ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്യുവർ റിട്ടേൺ മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ദർ ആർ ബെറ്റർ അസറ്റ് ക്ലാസ്സസ് പ്രോബബ്ലി. അല്ലെങ്കിൽ നമ്മളൊരു അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഏഞ്ചിലാണെങ്കിൽ ചിലപ്പം നല്ല റിട്ടേൺസ്, ഭയങ്കര റിട്ടേൺസ് കിട്ടുമായിരിക്കും. കറക്റ്റ്. അപ്പം it has been okay. So some failures have happened because the business didn't work out. ആ ബിസിനസ് വർക്കൗട്ട് ആവാതെ ഫെയിൽ ആവുന്നത് നമ്മൾ ആക്സെപ്റ്റബിൾ ആണ്. ചില കേസിൽ മിസ്മാനേജ്മെന്റ് ഓഫ് ദ ഫൗണ്ടേഴ്സ് വരാറുണ്ട് ഫ്രം വേരിയസ് റീസൺസ്, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഓർ മിസ് റിപ്പോർട്ടിംഗ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അതുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു വൺസ് ബിറ്റ് ആൻഡ് ട്വൈസ് ഷൈ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു മടി വരാം. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സിൽ ഈസ് ഇറ്റ് ഓക്കെ ഫ്രം എ ഫൈനാൻഷ്യൽ സ്റ്റാൻഡ് പോയിന്റ് അതൊരു പ്രോഫിറ്റബിൾ സാധനം ആയിരുന്നു, അല്ലെങ്കിൽ യു ലോസ്റ്റ് മണി? വാട്ട് ഡു യു തിങ്ക് നൗ? Yeah, I think 1 or 2 of the investments are still in loss എന്ന് പറയാറില്ല. പക്ഷെ 4-5 റൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. 9 ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ കോഫൗണ്ട് ചെയ്തൊരു കമ്പനിയിൽ എനിക്ക് നല്ല എക്സിറ്റ് കിട്ടിയപ്പം ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഓൾമോസ്റ്റ് എല്ലാം തിരിച്ചു കിട്ടിയതിന്റെ തുല്യമായി. ടോട്ടൽ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് കിട്ടിയതിന്റെ തുല്യമായി. ഒരെണ്ണത്തിൽ തന്നെ കിട്ടിയതുകൊണ്ട് ബാക്കിയെല്ലാം സ്മോളർ ടിക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്കുള്ളൂ. അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല. പക്ഷെ ഇപ്പം നമ്മുടെ ബിസിനസ്സിന് തന്നെ ക്യാപിറ്റൽ ഇഷ്ടംപോലെ ആവശ്യമുള്ളതാണ് ചെയ്യാതെ. പക്ഷെ 1-2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഹോപ്പ്ഫുള്ളി ഒരു പ്രൊളിഫിക് ആയിട്ട് ഇനിയും 5, 10, 20 ലക്ഷം വെച്ചൊരു കുറേ എണ്ണത്തിൽ എല്ലാ വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോർ ഫ്രം ഞാൻ കുറച്ച് കമ്പനീസ് ഉണ്ടാക്കാം, എന്നിട്ട് വരാം പിച്ചിടൊക്കെ ആയിട്ട്. ഓക്കെ, വാട്ട്സ് ദ സീക്രട്ട് ബിഹൈൻഡ് 400+ പീപ്പിൾ ആൻഡ് ഡിഫറെന്റ് ബ്രാൻഡ്സ്? ഡിസ്ട്രിബ്യൂഷനില്ല, അത്ര ആൾക്കാരുണ്ടെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. ഫ്രം FMCG പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ടീം ഭയങ്കര ലൈറ്റാണ്. 25 പീപ്പിളേ ഉള്ളൂ. ഓക്കെ, 25 to 30 പീപ്പിളേ ഉള്ളൂ. ഓക്കെ. മെയിൻ ചലഞ്ചസ് ഇൻ ദ റീറ്റെയിൽ, ഫാർമസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ? കൺസോൾട്ടേഷനും ക്വിക്ക് കോമേഴ്സും. ഇപ്പം ക്വിക്ക് കോമേഴ്സ് വരുന്നതും കൺസോൾട്ടേഷൻ നടക്കുന്നതും, കൺസോൾട്ടേഷൻ കൂടെ ഗ്രോത്ത് വരുമ്പോൾ പ്രോഫിറ്റബിലിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതും. ഈ ക്വിക്ക് കൊമേഴ്സ് സ്വയം തുടങ്ങാൻ, സ്വന്തം ബ്രാൻഡ് നെയിമിൽ തുടങ്ങാൻ ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള ഞങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല. പക്ഷെ ഞങ്ങൾ ഈ ക്വിക്കായിട്ട് ഞങ്ങളുടെ B2B ഡെലിവറീസിന് വേണ്ടി 10-25 പോയിന്റ് ആയി. ഇപ്പം ഓൾ കേരള 150-200 പോയിന്റ് അടുത്ത് 1.5 years ഇടണമെന്നാണ് നമ്മുടെ പ്ലാൻ. അത് ഇട്ടാലും നമുക്ക് കേരളം മുഴുവൻ B2B കവർ ചെയ്യാൻ പറ്റുള്ളൂ. B2B ഞങ്ങൾ എത്ര സമയം കൊണ്ട് സാധനം കൊടുക്കും? നമ്മൾ ഇന്ന് രാത്രി ഓർഡർ ചെയ്താൽ നാളെ രാവിലെ കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. കട്ട് ഓഫ് ഇന്ന് രാത്രി വെച്ചാൽ കൊച്ചിയിലാണെങ്കിൽ എപ്പോൾ ഓർഡർ രാത്രി പറയുമ്പോൾ വാട്ട് ടൈം? ഒരു 10 മണി 11 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഇപ്പം കണ്ണൂർക്ക് പോകണമെങ്കിലോ കാസർഗോഡ് പോകണമെങ്കിലോ 2 മണിക്ക് ഇറങ്ങണമല്ലോ. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ആ വണ്ടി പോകുന്ന വഴിക്ക് അവർ ചിലപ്പം കൊടുങ്ങല്ലൂരും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഇറക്കിയിട്ട് പോകണം. അവരവരുടെ പാക്കേജ് വലിയൊരു ട്രക്കാണ് പോകുന്നെങ്കിൽ അവിടെ നിന്ന് പിന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മളപ്പം അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ സ്ക്വാഡ് ഒരു കസ്റ്റമർ ഓൾ കേരള ഓർഡർ ചെയ്താൽ നെക്സ്റ്റ് ഡേ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ 5 കിലോയുടെ സാധനം നമുക്ക് 10 രൂപ ലോജിസ്റ്റിക്സിന് കൊടുക്കാൻ പറ്റിയാലേ അത് വർക്കൗട്ട് ആവുള്ളൂ. കറക്റ്റ്. അപ്പോൾ അത് നമ്മൾ ഇന്റേണൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡിന് നല്ലതാണ്. അതിപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിന് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. B2Bയിൽ എത്ര ക്വിക്കായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കാം? B2Bയിൽ എത്ര ക്വിക്കായിട്ട് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ ഇൻഫ്രാ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് B2Cയിലേക്ക് എത്തിക്കാനും സ്കോപ്പ് ഉണ്ട്. ഓക്കെ. എക്സ്പോർട്ട് നമ്മളെ പിന്നെ കമ്മ്യൂണിറ്റി തന്നെ അല്ലേ ബൈ ഫാർമ പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പറഞ്ഞാല് ഇവിടുത്തെ മരുന്നുകൾ GCCയിലേക്ക്, അതിനെ പറ്റി നിങ്ങളൊരു അഭിപ്രായം എന്താണ്? അങ്ങനത്തെ ഒരു ഡിമാൻഡ് പ്രൈസ് ആർബിട്രാജ് ആണ്. അത് പ്രൈസിന്റെ വ്യത്യാസത്തിന് മേടിക്കുന്നതാണ് ആൾക്കാർ. അവിടെ ഇവിടെ പൈസ വല്ല വ്യത്യാസമുണ്ട്, ലോകം മുഴുവനും അങ്ങനെയാണ്. അത് നല്ലൊരു ബിസിനസ്സാണ്. അതിൻ്റെ അത് കസ്റ്റമറിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. അല്ലാതെ ആ ബിസിനസ് അയക്കുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അഡ്വാൻസ് പൈസ കിട്ടും. അതിൻ്റെ അത് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് മാറ്റാനും പറ്റും. അതിൻ്റെ അത് വേറെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ബിസിനസ് അല്ല. കസ്റ്റമറിനെ എങ്ങനെ കിട്ടുന്നു മാത്രം നോക്കാനുള്ളൂ. അപ്പൊ നല്ലൊരു മോഡലാണ്. മോഡൽ അടിപൊളി. ഞങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങൾ കുറെ ചെയ്തിട്ടുള്ള ഗൾഫിലും അല്ല, CISും സൗത്ത് അമേരിക്കയും പെറുവിലൊക്കെ ഞാൻ പോയിട്ടുള്ളത്. ആ പെറുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ബിസിനസ് കിട്ടുന്നുണ്ട്. വിയറ്റ്നാം നമുക്ക് എക്സ്പോർട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഇന്ത്യൻ സെറ്റിൽഡ് അബ്രോഡ് ആണോ? അല്ല, അതാണ് ഈ കാറ്റഗറി ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നോൺ ഇന്ത്യൻസ് വാണ്ടിങ് ചീപ്പർ ഓപ്ഷൻസ് മേടിക്കാനായിട്ട്. വെരി നൈസ്. ഓക്കെ, ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? നിങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. പോട്ടെ, താങ്ക് യു വെരി മച്ച്. പാഡിൽ കളിക്കാൻ പോവാണ്, മൂപ്പർക്ക് നിൽക്കാൻ സമയമല്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഗൈസ്, രാഹുൽ ഇറങ്ങി ഓടിയിട്ടുണ്ട്. കാരണം 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. എല്ലാ വീക്കെൻഡിലും അവർ കളിക്കാറുണ്ട് പാഡിൽ. പുതിയൊരു സ്പോട്ടാണ്. നമുക്ക് പാഡിലിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വേറെ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാം.
സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ. എനിക്കൊന്നാ രാഹുലിൻ്റെ അടുത്ത് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഒരു പാർട്ട് 2 പ്രതീക്ഷിക്കാം. അണ്ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.